ഹലോ ഓൾ, നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയർ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോവരീൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 1ലെ ചില ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഥവാ കൺസെപ്റ്റാണ് ഓർഗാനിക് കെമിസ്ട്രി. ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ നമ്മുടെ സെക്കൻഡ് ഇയർ ഓർഗാനിക് കെമിസ്ട്രി എന്ന കടമ്പ കടക്കണമെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററായ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോവരീൻസ് എന്ന ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 1ലെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോവരീൻസിൻ്റെ പാർട്ട് 1ലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോവരീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അവരുടെ നോമൻക്ലേച്ചർ, അവരുടെ പ്രിപ്പറേഷൻ, ഇത്രയും കൺസെപ്റ്റാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗീവ് IUPAC നെയിം ഓഫ്. നമുക്കൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് CH3 CHBr CH2 CH2Br. ഇതിൻ്റെ IUPAC നെയിം നമുക്ക് സാധാരണ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷനുകളിൽ നോമൻക്ലേച്ചർ എന്ന പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പം നമുക്കൊരു ഹാലോ ആൽക്കെയിൻസിൻ്റെ നോമൻക്ലേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ഹാലോ ആൽക്കെയിനിൽ നോക്കിക്കേ, 2 ഹാലജനായിട്ട് 2 ബ്രോമിൻ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോമൻക്ലേച്ചർ നമുക്ക് നോക്കാം. അപ്പോൾ നോമൻക്ലേച്ചർ നമ്മൾ നോക്കിക്കേ, ലോങ്ങസ്റ്റ് ചെയിൻ നോക്കിയപ്പോൾ ടോട്ടൽ നമുക്ക് കാർബണിൻ്റെ എണ്ണവും നോക്കാം. ബ്രോമിൻ അറ്റാച്ച് ചെയ്തത് ലോങ്ങസ്റ്റ് ചെയിനിൽ 1 2 3 4 4 കാർബൺ ആണുള്ളത്. 1 2 3 4 ടോട്ടൽ നമുക്ക് 4 കാർബൺ ആറ്റമാണ് ഉള്ളത്. 4 കാർബൺ ഉണ്ട്. നോക്കിക്കേ, ഒന്നാമത്തതിലും ബ്രോമിൻ ഉണ്ട്, മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലും ബ്രോമിൻ എക്സിസ്റ്റ് ചെയ്യണുണ്ട്. അപ്പോൾ 1ലും 3ലും ബ്രോമിൻ ഉണ്ട്. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ 4 കാർബൺ ആണ്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ബ്യൂട്ടൈൻ എന്ന് വിളിക്കാം. ആ ബ്യൂട്ടൈൻ്റെ ഒന്നാമത്തെ കാർബണിലും ബ്രോമിൻ ഉണ്ട്, മൂന്നാമത്തതിലും ബ്രോമിൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേരെന്ത് പറയാം? 1,3. ഇവിടെ 2 ബ്രോമിൻ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡൈ എന്ന് ചേർക്കാം. 1,3 ഡൈ ബ്രോമോ. പാരന്റ് ആരാണ്? 4 കാർബൺ ആണ്. 4 കാർബൺ വേർഡ് റൂട്ട് ബ്യൂട്ടാണ്. സിംഗിൾ ബോണ്ട് വന്നതുകൊണ്ട് ആൽക്കൈൻ അല്ലേ, അതുകൊണ്ട് പേരെന്ത് പറയാം? 1,3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ. 1,3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ. ഓക്കെ അല്ലേ? അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം, give the structure of 1,3 ഡൈക്ലോറോ 2 ബ്രോമോമീഥൈൽ പ്രൊപ്പൈൻ. ഇവിടെ നമുക്ക് തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്, കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട, അപ്പോൾ പേര് 1,3 ഡൈക്ലോറോ 2 ബ്രോമോമീഥൈൽ പ്രൊപ്പൈൻ. അപ്പോൾ പ്രൊപ്പൈനാണ് പ്രൊപ്പാണ് നമ്മുടെ വേർഡ് റൂട്ട്. അപ്പോൾ പ്രൊപ്പ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് 3 കാർബൺ ഒന്ന് വരച്ച് നോക്കാം. പ്രൊപ്പ് 3 കാർബൺ. ഓക്കെ, പ്രൊപ്പൈൻ എന്നാ പറഞ്ഞിരിക്കണം. അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏത് ബോണ്ട് ആയിരിക്കണം? സിംഗിൾ ബോണ്ട് ആയിരിക്കണം കേട്ടോ. പ്രൊപ്പൈൻ ആയതുകൊണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏത് ബോണ്ട് ആയിരിക്കണം? സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കണം? 1,3 ഡൈക്ലോറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1ലും 3ലും 2 ക്ലോറിൻ എക്സിസ്റ്റ് ചെയ്യണുണ്ട്. അപ്പം ഞാൻ നമ്പർ ഇടിയാണ് ഇവിടെ. 1 2 3. ഓക്കെ, 1 2 3 3 കാർബൺ ആണ്. ഓക്കെ, ഒന്നാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും 2 ക്ലോറിൻ ഉണ്ട്. അപ്പം നമുക്ക് 2 ക്ലോറിൻ കൊടുക്കാം. ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, 1ലും ഒരു ക്ലോറിൻ ഉണ്ട്, 3ലും ഒരു ക്ലോറിൻ എക്സിസ്റ്റ് ചെയ്യണുണ്ട്. ഓക്കെ, 1,3 ഡൈക്ലോറോ. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തതിൽ ബ്രോമോമീഥൈൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രോമോമീഥൈൽ മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീഥൈൽ എന്ന് പറയുന്നത് മീഥൈൻ, ആൽക്കൈനായ മീഥൈനിലെ ഒരു ഹൈഡ്രജൻ പോയാൽ കിട്ടുന്ന ഗ്രൂപ്പാണ് മീഥൈൽ ഗ്രൂപ്പ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പം മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഫോർമുല CH3. CH3നെയാണ് നമ്മൾ മീഥൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ബ്രോമോമീഥൈൽ എന്ന് വെച്ചാൽ? ഈ മീഥൈലിൽ വീണ്ടും ഒരു ഹൈഡ്രജൻ പോയി ബ്രോമിൻ വന്നാൽ അതിനെ എന്ത് വിളിക്കാം? ബ്രോമോമീഥൈൽ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഫോർമുല എന്തായിരിക്കും? CH2Br. അപ്പോൾ സെക്കൻഡ് കാർബണിൽ ബ്രോമോമീഥൈൽ നമുക്ക് കൊടുക്കാം CH2Br. ഓക്കെ, ഇനി ബാക്കി നമുക്ക് കാർബണിൻ്റെ വാലൻസി 4 വരുന്ന രീതി ഹൈഡ്രജൻ കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ 2 പോയിട്ട് നമുക്ക് റിമൈനിങ് 2 ഹൈഡ്രജൻ 1 2 3
ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 1 2, ഇവിടെയും 2 ഹൈഡ്രജൻ. അപ്പോൾ ഫോർമുല കണ്ടോ, നമുക്ക് എന്ത് കിട്ടി? 1,3 ഡൈക്ലോറോ 2 ബ്രോമോ മീഥൈൽ പ്രൊപ്പൈൻ. കണ്ടോ, ടോട്ടൽ 3 കാർബൺ ആറ്റം. കണ്ടോ, 1ലും 3ലും നമ്മൾ കണ്ടോ 2 ഡൈക്ലോറോ, 2 ക്ലോറിൻ വന്നു. അതുപോലെ തന്നെ രണ്ടാമത്തതിൽ ബ്രോമോ മീഥൈൽ. ബാക്കി ലാസ്റ്റ് നമ്മൾ ഹൈഡ്രജനെയും പ്ലേസ് ചെയ്തു. കാർബണിന് ടെട്രാ വാലൻസി വരുന്ന രീതിയിൽ ഹൈഡ്രജനും പ്ലേസ് ചെയ്തു. അപ്പോൾ ഓക്കെ ആണോ നോമൻക്ലേച്ചർ? അപ്പോൾ നോമൻക്ലേച്ചർ എന്ന പാർട്ടിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞത്. നമ്മൾ സ്ട്രക്ചറും വരച്ചു. ഓക്കെ എങ്കിൽ എല്ലാവരും ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ നോമൻക്ലേച്ചർ എന്ന പാർട്ടിൽ നിന്ന് തന്നെയാണ്. ഹാലോ ആൽക്കൈൻസിന്റെ നോമൻക്ലേച്ചർ എന്ന പാർട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ചോദ്യം. നെയിം ദ ഫോളോയിങ് ഹാലൈഡ് അക്കോർഡിംഗ് ടു IUPAC സിസ്റ്റം ആൻഡ് ക്ലാസിഫൈ ഇറ്റ് as ആൽക്കൈൽ, അലൈൽ, ബെൻസൈൽ, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, വിനൈൽ ഓർ അരൈൽ ഹാലൈഡ്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇതിൻ്റെ IUPAC സിസ്റ്റം പ്രകാരം നമ്മൾ അതിൻ്റെ പേര് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇത് അലൈലിക് ആണോ, ആൽക്കൈൽ ഹാലൈഡ് ആണോ, വിനൈൽ ഹാലൈഡ് ആണോ, അരൈൽ ഹാലൈഡ് ആണോ, അഥവാ പ്രൈമറി, സെക്കൻഡറി ഏത് വിഭാഗത്തിൽ പെടും, ഇതിൻ്റെ ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം തന്നിരിക്കുന്ന കോമ്പൗണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിന് നമുക്കൊന്ന് എക്സ്പാൻഡഡ് ഫോർമുല ഒന്ന് വരച്ച് നോക്കാം. നോക്കിക്കേ, ആദ്യം ഈ കാർബൺ ഒന്ന് വരക്കാം. സി, ആ കാർബണിൽ CH3 ത്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 3 CH3. ഓക്കെ, 3 CH3. പിന്നെ അടുത്തത് CH2 ആണ്, സിംഗിൾ ബോണ്ട് CH2. അടുത്തത് CH ആണ്. ബ്രാക്കറ്റിൽ ബ്രോമിൻ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബ്രാഞ്ച് ആയിട്ട് നമുക്ക് ഇതേ ബ്രോമിൻ വന്നിട്ടുണ്ട്, ഒരു ബ്രോമിൻ. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് C6H5. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, C6H5. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ നമുക്ക് പേരൊന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ പേര് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമൻക്ലേച്ചർ നിങ്ങൾക്കറിയാം, ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ലോങ്ങസ്റ്റ് ചെയിനിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്മൾ ലെസ്സർ നമ്പർ കൊടുക്കണം. അപ്പോൾ ദേ ഇവിടെ നോക്കിക്കേ, ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാഞ്ചിങ് ആയിട്ട് നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ദേ ബ്രോമിൻ വന്നിട്ടുണ്ട്. C6H5 അഥവാ C6H5 വായിക്കുന്നത് ഫിനൈൽ ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. C6H5 പ്രത്യേകം ഓർത്തോണം, ഫിനൈൽ എന്നാണ് വായിക്കുന്നത്, ഫിനൈൽ. അതായത് ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ പോയാൽ കിട്ടുന്ന ഗ്രൂപ്പാണ് C6H5. നമ്മൾ ഫിനൈൽ എന്നാണ് അതിനെ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനൈൽ ഗ്രൂപ്പും വന്നിട്ടുണ്ട്, ബ്രോമിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർബണിൽ തന്നെ ഫിനൈൽ ഗ്രൂപ്പും ഉണ്ട്, ബ്രോമിനും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ കൊടുക്കുമ്പോൾ അതേ നോക്കിക്കേ, ഇവിടെ ഈ ഒരു കാർബൺ ആറ്റത്തിൽ റൈറ്റ് സൈഡിൽ ഈ ഒരു കാർബണിൽ ബ്രോമിനും ഫിനൈലും വന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4. ടോട്ടൽ 4 കാർബൺ ഉണ്ട്. 4 കാർബണും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ബ്യൂട്ടൈൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ പാരന്റിനെ കിട്ടി, നമുക്ക് ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ഈ ബ്യൂട്ടൈൻ്റെ ഇനി നമുക്ക് ബ്രാഞ്ചിങ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്രോമിൻ വന്നിട്ടുണ്ട്. ബ്രോമിൻ വന്നാൽ നമ്മൾ ബ്രോമോ എന്നാണ് യൂസ് ചെയ്യണം, ബ്രോമോ. ഓക്കെ, പിന്നെ C6H5 നമ്മൾ പറഞ്ഞു ഫിനൈൽ എന്നാണ് വിളിക്കുന്നത്. കണ്ട, Br വന്നാൽ ബ്രോമോ, C6H5നെ നമ്മൾ ഫിനൈൽ എന്നാണ് വിളിക്കുന്നത്. പിന്നെ CH3 വന്നിട്ടുണ്ട്. CH3 ഗ്രൂപ്പിനെ നമ്മൾ മീഥൈൽ എന്നാണ് വിളിക്കുന്നത്. കണ്ട, ആൽക്കൈനിലെ ഹൈഡ്രജൻ പോയാൽ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്, മീഥൈൻ ആയതുകൊണ്ട് മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മീഥൈൽ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പേര് നോക്കുമ്പോൾ നമ്മൾ ബ്രോമിൻ വേണം ആദ്യം പറയാൻ. ബ്രോമിൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീഥൈൽ പറയുക. M കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് P, അതുകൊണ്ട് ലാസ്റ്റേ നമ്മൾ ഫിനൈൽ പറയാവുള്ളൂ. അപ്പോൾ പേര് എന്ത് പറയാം? ഒന്നാമത്തതിൽ ബ്രോമിൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പേര് നമുക്ക് പറയാം 1 ബ്രോമോ. ഒന്നാമത്തതിൽ ബ്രോമിൻ ഉണ്ട്. ഓക്കെ, ഇനി B കഴിഞ്ഞ് നമ്മൾ അതിന് ശേഷം നമ്മൾ MA പറയാവുള്ളൂ, മീഥൈൽ. ഓക്കെ, മീഥൈൽ മൂന്നാമത്തതിൽ 2 മീഥൈൽ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം 2 മീഥൈൽ വന്നാൽ നമ്മൾ ഡൈ എന്ന് ചേർക്കണം. അപ്പോൾ 1 ബ്രോമോ -3 2 മീഥൈൽ ഉള്ളതുകൊണ്ട് ഡൈമീഥൈൽ, 3 ഡൈമീഥൈൽ. ഇനി നമുക്ക് ബ്രാഞ്ചിങ് ആയിട്ട് ഫിനൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാർബണിൽ വന്നതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? 1 ഫിനൈൽ. ഇനി നമ്മുടെ വേഡ് റൂട്ട് 4 കാർബൺ ഉണ്ട്. 4 കാർബണും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടഡ് ആണ്, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആൽക്കൈനായ 4 കാർബണും സിംഗിൾ ബോണ്ടും വന്നതുകൊണ്ട് ബ്യൂട്ടൈൻ എന്ന് വിളിക്കാം.
ഓക്കെ ആണോ? പേരെന്ത് വന്നു? 1 ബ്രോമോ 3,3 ഡൈമീഥൈൽ 1 ഫിനൈൽ ബ്യൂട്ടൈൻ. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം നമ്മുടെ ക്ലാസിഫിക്കേഷന്റെ അകത്ത് തന്നെ വരുന്ന ഒരു പാർട്ടിൽ നിന്ന് തന്നെയാണ്. നോക്കിക്കേ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജെമിനൽ ആൻഡ് വിസിനൽ ഡൈഹാലൈഡ്സ്. കണ്ടോ, ജെമിനൽ ആൻഡ് വിസിനൽ ഹാലൈഡ്സിനെ ഡിഫൈൻ ചെയ്യാനാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ജെമിനൽ ഹാലൈഡ്സ്? ഇപ്പൊ ജെമിനലും ഉണ്ട്, വിസിനലും ഉണ്ട്. ഈ ജെമിനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് സെയിം ഹാലജൻ ആറ്റം സെയിം കാർബൺ ആറ്റത്തിൽ വന്നാൽ അങ്ങനെയുള്ള ഹാലൈഡ്സിനെയാണ് നമ്മൾ ജെമിനൽ ഡൈഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരേ ഹാലജൻ തന്നെ ഒരേ കാർബൺ ആറ്റത്തിൽ വന്നാൽ അവരെ എന്തെന്ന് വിളിക്കാം? ജെമിനൽ ഡൈഹാലൈഡ്സ്. ഇപ്പൊ ദേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ദേ 3 കാർബൺ, ഓക്കെ, 3 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് കൊടുത്ത് അതിൽ തന്നെ ഞാൻ 2 ഹാലജൻ ഇവിടെയും ക്ലോറിൻ കൊടുത്ത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ വീണ്ടും ഞാൻ ക്ലോറിൻ കൊടുത്തു. ഓക്കെ, ഇവിടെ റിമൈനിങ് ആയിട്ട് ഹൈഡ്രജൻ CH3, ഇവിടെയും ഒന്നും പോയിട്ട് 3 ഹൈഡ്രജൻ CH3. അപ്പം നോക്കിക്കേ, ഈ ഹാലൈഡിൻ്റെ ഇതിൻ്റെ പേര് നമുക്ക് പറയാം. ഇവിടെ എന്ത് വന്നു? ലോങ്ങസ്റ്റ് ചെയിൻ 1 2 3. നോക്കിക്കേ, ലോങ്ങസ്റ്റ് ചെയിനിൽ 3 കാർബൺ ഉണ്ട്, രണ്ടാമത്തെ കാർബണിൽ തന്നെ 2 ക്ലോറിൻ വന്നു, അതുകൊണ്ട് പേരെന്ത് പറയാം? 2,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ. 2,2 ഡൈക്ലോറോപ്രൊപ്പൈൻ. ഇവിടെ നോക്കിക്കോ, ഒരേ കാർബണിൽ തന്നെ 2 ഹാലജൻ വന്നു. ഹാലജൻ ആര് വേണേലും ആകാം. 2 സെയിം ഹാലജൻ ആറ്റം സെയിം കാർബൺ ആറ്റത്തിൽ വന്നാൽ അങ്ങനെയുള്ള ഹാലൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെമിനൽ ഡൈഹാലൈഡ്സ്. ഓക്കെ അല്ലേ? ജെമിനൽ. എങ്കിൽ എന്തായിരിക്കും വിസിനൽ? എങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അഡ്ജസന്റ് ആയിട്ടുള്ള 2 കാർബൺ ആറ്റത്തിൽ 2 ഹാലജൻസ്, കണ്ടോ, ഹാലജൻ വന്നാൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് വിളിക്കാം. നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ എഴുതാം. ഞാൻ ദേ ആൽക്കൈൻ, 3 കാർബൺ ഉള്ള ഒരു ആൽക്കൈൻ എടുക്കുകയാണ്. ഇതിലെ അഡ്ജസന്റ് കാർബണായ ഈ കാർബണിൽ ഞാൻ ഒരു ക്ലോറിൻ കൊടുത്തു, തൊട്ടടുത്ത കാർബണായ ഇവിടെയും ഞാൻ ഒരു ക്ലോറിൻ കൊടുത്തു. കണ്ടോ, 2 അഡ്ജസന്റ് കാർബൺ. ബാക്കി ഞാൻ ഹൈഡ്രജൻ കൊടുക്കുകയാണ്. ഇവിടെ ഒന്നും പോയിട്ട് 3 ഹൈഡ്രജൻ 1 2, ഇവിടെ 2 ഹൈഡ്രജൻ. കാർബന്റെ വാലൻസി 4 വരുന്ന രീതിയിൽ നമ്മൾ ഇതേ ഹൈഡ്രജൻ 1 2 3, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് എന്ത് പറയാം? നമുക്ക് നോക്കിക്കേ, 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റമുള്ള ആൽക്കൈനെ നമുക്ക് എന്ത് വിളിക്കാം? സിംഗിൾ ബോണ്ട് ആണ്, പ്രൊപ്പൈൻ എന്ന് വിളിക്കാം. അപ്പൊ പ്രൊപ്പൈനിൽ നോക്കിക്കേ, രണ്ടാമത്തെ കണ്ട, വിസിനൽ ഹാലൈഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കണം. നോക്കിക്കേ, അടുത്തടുത്തുള്ള 2 കാർബൺ ആറ്റത്തിൽ 2 സെയിം ഹാലജൻ ആറ്റം വന്നാൽ അവരെ വിസിനൽ എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ നമ്പർ ഇട്ടപ്പോൾ ഇങ്ങനെയാണ്, ഹാലജൻ ആണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ലെസർ നമ്പർ വന്നെ, അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്പർ ഇടുള്ളൂ, 1 2 3. ഓക്കെ, പാരന്റ് പ്രൊപ്പൈൻ ആണ്. 1ലും ക്ലോറിൻ വന്നു, 2ലും ക്ലോറിൻ വന്നു. കണ്ട, അഡ്ജസന്റ് ആയിട്ടുള്ള 2 കാർബൺ ആറ്റത്തിലും 2 സെയിം ഹാലജൻ വന്നതുകൊണ്ട് ഇതിനെ നമുക്ക് വിസിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കാം. ഇതിന്റെ പേര് നമുക്ക് എന്ത് പറയാം? അതായത് 1,2 ഡൈക്ലോറോ 1,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ. 1,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ എന്ന് പറയണ കണ്ടോ, നമുക്കൊരു വിസിനൽ ഡൈഹാലൈഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. 2,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ നമുക്ക് എന്ത് പറയാം? ഒരു ജെമിനൽ ഡൈഹാലൈഡ്. അപ്പോൾ ജെമിനൽ എന്താണ്, വിസിനൽ എന്താണെന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന പാർട്ടിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ പ്രൊപ്പീൻ ഈസ് ട്രീറ്റഡ് വിത്ത് HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്? അപ്പം പ്രൊപ്പീൻ്റെ അകത്തായിട്ട് നമ്മൾ HBr ആഡ് ചെയ്യണം. നമുക്ക് നോക്കാം. അതായത് ആൽക്കീൻ ആണ് പ്രൊപ്പീൻ. നിങ്ങൾക്കറിയാം, ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ. ദേ നോക്കിക്കേ, പ്രൊപ്പീൻ 3 കാർബൺ ഉണ്ട്. പ്രൊപ്പീൻ അതായത് ഒന്നാമത്തേൽ ഡബിൾ ബോണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് ഹൈഡ്രജൻ കൊടുക്കാം. CH3 1 2 3, CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതാണ് പ്രൊപ്പീൻ. ഇപ്പൊ പ്രൊപ്പീൻ നോക്കിക്കേ, ഇവിടെ ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിലെയും റൈറ്റിലെയും കാർബണിന്റെ എണ്ണം ഡിഫറൻറ്റ് ആണ്. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്. ഓക്കെ ഓക്കെ, ഈ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനായ പ്രൊപ്പീൻ്റെ അകത്തായിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോയാണ്? HBr ആഡ് ചെയ്യാൻ പോയാണ്. HBr. ഓക്കെ,
അപ്പോൾ നോക്കിക്കേ, HBrന്റെ അഡീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇലക്ട്രോഫിലിക് അഡീഷന് എക്സാമ്പിൾ ആണ്. ഒരു ആൽക്കീൻ്റെ അകത്തായിട്ട് നമ്മൾ ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ് കണ്ട HBr ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ HBrന്റെ അകത്ത് നിങ്ങൾക്കറിയാം HBr എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത H+ അയോൺസും ഉണ്ട്, Br- ഉണ്ട്. ഇവിടെ എന്തിൻ്റെ പ്രസൻസിലാണ് അഡീഷൻ നടത്തേണ്ടത്? പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ്. പെറോക്സൈഡ് ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് കേട്ടോ, ഏതെങ്കിലും ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ, ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ HBr ആഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ അഡീഷനായിട്ട് ബന്ധപ്പെട്ട റൂളിനെയാണ് നിങ്ങൾ മാർക്കോണിക്കോസ് റൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് അഡീഷൻ നടത്തേണ്ടത്. അതായത് പെറോക്സൈഡിന്റെ പ്രസൻസിൽ HBr ആഡ് ചെയ്യുന്നതിനെ നമുക്കറിയാം ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ കൺസെപ്റ്റിനെ എന്ത് വിളിക്കാം? ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കോണിക്കോസ് റൂൾ അഥവാ മാർക്കോണിക്കോസ് അഡീഷൻ വരുന്നത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ HClO, HBr, HI ഇവർ മൂന്നും ആഡ് ചെയ്താൽ നമ്മളത് മാർക്കോണിക്കോസ് റൂൾ പ്രകാരമാണ് അഡീഷൻ നടത്തേണ്ടത്. പക്ഷേ നമ്മൾ പെറോക്സൈഡിന്റെ പ്രസൻസിൽ HBr ആഡ് ചെയ്താൽ അതിൻ്റെ അഡീഷനെ നമ്മൾ വിളിക്കുന്ന, പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ റിയാക്ഷൻ എപ്പോഴും ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ പ്രകാരം നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് ഹൈഡ്രജൻ കുറവുള്ള കാർബണിലാണ് പോകേണ്ടത് മാർക്കോണിക്കോസ് അഡീഷൻ. അപ്പോൾ മാർക്കോണിക്കോസ് റൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ. അതായത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ്, HBrലെ നെഗറ്റീവ് പാർട്ട് ആരാണ്? Br- അല്ലേ? ഈ നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് പോകും? ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് പോകും. അതായത് നമ്മൾ നോക്കുക, ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിലെ റൈറ്റിലെയും കാർബൺ നോക്കുക. ലെഫ്റ്റിലെ കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റ് സൈഡിലെ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം, നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് ഗോസ് ടു കാർബൺ ആറ്റം ദാറ്റ് കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റാണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ കാർബണിലേക്ക് പോകും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിലെയും റൈറ്റിലെയും കാർബണിൽ മാത്രമേ നമ്മൾ അഡീഷൻ നടത്താവുള്ളൂ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ വന്നാൽ നേരെ റൈറ്റ് സൈഡിലെ കാർബണിലേക്ക് വരും. അഡീഷൻ നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആകും. പ്രോഡക്റ്റ് നമുക്ക് എഴുതി നോക്കാം. CH3 CH, ഇവിടെ സിംഗിൾ ബോണ്ട് വന്നു. ഓക്കെ, CH2 ഇവിടെ എന്ത് വന്നു? നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ വന്നു. അങ്ങനെയെങ്കിൽ പോസിറ്റീവ് പാർട്ടായ H ഹൈഡ്രജൻ കുറവുള്ള ലെഫ്റ്റ് സൈഡിലും വന്നു, ഇവിടെ Hഉം വരും. അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഇതിനെ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, CH3 CH2 CH2 Br. പേരെന്ത് വന്ന്? 1-ബ്രോമോ പ്രൊപ്പൈൻ. എന്താ പ്രോഡക്റ്റ് കിട്ടിയില്ലേ? 1-ബ്രോമോ പ്രൊപ്പൈൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് മാർക്കോണിക്കോസ് ആൻഡ് ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ. അത് ഈ ആന്റി മാർക്കോണിക്കോസ് റൂൾ ഫോളോ ചെയ്യുന്നത് HBr മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. HClഉം HIയും ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. മാർക്കോണിക്കോസ് അഡീഷൻ ആണെങ്കിൽ നമുക്ക് HCl, HBr, HI ഇവർ 3 പേരും നൽകും. ആ ഒരു കൺസെപ്റ്റ് കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് മേജർ മോണോഹാലോ പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നിങ്ങൾക്കൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, തന്നിരിക്കുന്നത് നമ്മുടെ സൈക്ലോഹെക്സൈൻ്റെ അകത്ത് ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോമ്പൗണ്ട് ആരാണ്? സൈക്ലോഹെക്സീൻ ആണ്. ഓക്കെ, സൈക്ലോഹെക്സീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, സൈക്ലോഹെക്സീൻ അല്ലെങ്കിൽ സൈക്ലോഹെക്സ്-1-ene. ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യാണ്. നോക്കിക്കേ, ബ്രോമിനേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹീറ്റ്, ഇവിടെ ടെമ്പറേച്ചർ വേണം, അഥവാ UV ലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പം നിങ്ങൾ പ്രത്യേകം ഓർക്കണ്ട, ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കെയിൻസി ഇവിടെ UV ലൈറ്റിന്റെ പ്രസൻസിലാണ്, നമ്മൾ ലൈറ്റിന്റെ പ്രസൻസിലാണ് അഡീഷൻ നടത്തുന്നത്. സൺലൈറ്റിന്റെ പ്രസൻസിലുള്ള ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഇതൊരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇപ്പൊ സൺലൈറ്റിന്റെ പ്രസൻസിൽ നിങ്ങൾ ക്വസ്റ്റിന് നിങ്ങൾ സൺലൈറ്റ്, UV ലൈറ്റ്, ലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ കണ്ടോ
നമ്മൾ കണ്ടോ യു വി ലൈറ്റ് എന്ന് തന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ലൈറ്റിന്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, ബ്രോമിനാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ബ്രോമിനേഷൻ ചെയ്യണത് ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് തന്നിരിക്കുന്നത്. സാധാരണ ആൽക്കൈൻസ് ആണെങ്കിൽ ആൽക്കൈൻസ് നമ്മൾ ഇതേപോലെ ബ്രോമിനേഷൻ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് സൺലൈറ്റിന്റെ പ്രസൻസ്. ഇവിടെ നമുക്ക് ആൽക്കീനായിട്ടുള്ള സൈക്ലോഹെക്സീന തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്ന കേട്ടോ അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർത്തണം, നടക്കുന്ന ഏതാണ്? അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതായാലും നിങ്ങൾക്കറിയാം ഇവിടെ സൈക്ലോ കണ്ട സൺലൈറ്റിന്റെ പ്രസൻസിലായതുകൊണ്ട് നമുക്ക് ഇതൊരു അഡീഷൻ റിയാക്ഷൻ അല്ല ഫോളോ ചെയ്യുന്നത്. അഡീഷൻ റിയാക്ഷൻ ആണെങ്കിൽ മാത്രമേ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഫോളോ ചെയ്യണത് അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു അലൈൽ ഹാലൈഡ് ആണ് ഫോം ചെയ്യണത്. അതായത് ബ്രോമിൻ വന്ന് ഇതിന്റെ അലൈലിക് പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അലൈലിക് പൊസിഷൻ എന്ന് പറയണമെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ അഡ്ജസന്റ് കാർബണിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആര് വരണം? ബ്രോമിൻ വരണം. അതായത് ആ ഒരു ഹൈഡ്രജനും ഒരു ബ്രോമിനും തമ്മിൽ HBr പോകും. കണ്ടോ ഇവിടെ നടക്കുന്ന മെക്കാനിസം ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പേരെന്തെഴുതാം? ഡബിൾ ബോണ്ടിന്റെ കണ്ട ഇതിന്റെ അലൈലിക് പൊസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ഈ കാർബൺ മേലിലുള്ള ഈ കാർബൺ എടുക്കുക, അല്ലെങ്കിൽ താഴെ എടുക്കുക. ഇവിടെ ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇതിലെ ഹൈഡ്രജൻ മാറി ഒരു ബ്രോമിൻ വരും. ആ ഒരു ഹൈഡ്രജനും ഒരു ബ്രോമിനും തമ്മിൽ ആര് പോകും? HBr പോകും. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എന്ത് ഫോം ചെയ്ത് കണ്ടോ സൺലൈറ്റിന്റെ പ്രസൻസിൽ? നോക്കിക്കേ, അലൈലിക് എന്ന് പറയാൻ കാര്യം നോക്കിക്കേ, ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ഹൈബ്രിഡൈസേഷൻ, അതിന്റെ അഡ്ജസന്റ് കാർബണിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. അപ്പൊ കേട്ടോ എപ്പോഴും ഹാലജൻ അറ്റാച്ച് ചെയ്തത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലും അതിന്റെ അഡ്ജസന്റ് കാർബണിൽ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വന്നാൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അലൈലിക് ഹാലൈഡ്സ് അഥവാ അലൈൽ ഹാലൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിൾ കണ്ടോ ഒരു അലൈൽ ഹാലൈഡ് ആണ്. ഓക്കെ അല്ലേ പ്രോഡക്റ്റ്? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് മേജർ ഓർഗാനിക് പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പം നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലെ മേജർ ഓർഗാനിക് പ്രോഡക്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേജർ പ്രോഡക്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. നമുക്ക് ആദ്യം ഈ കോമ്പൗണ്ടിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, 2-മീഥൈൽ ബ്യൂട്ടിറ്റൂയിൻ, അതായത് CH3 CH ഡബിൾ ബോണ്ട് C, ആ കാർബണിൽ CH3 ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് 2 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം. ഒരെണ്ണം CH3, ഒരെണ്ണം ബ്രാഞ്ച് ആയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതേ നോക്കിക്കേ HBr കണ്ടോ, HBr എന്ന് പറയണ കോമ്പൗണ്ട് ആഡ് ചെയ്യാണ്. അതായത് കുറച്ചു മുമ്പ് പറഞ്ഞു ഈ റിയാക്ഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. കണ്ടോ ആൽക്കീൻ്റെ അകത്തായിട്ട് നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ അഡീഷൻ, ഹൈഡ്രജൻ ഹാലൈഡ്സ് വാട്ടർ ഇവരുടെ എല്ലാ അഡീഷൻ, ഹാലജൻസിന്റെ ഒക്കെ അഡീഷൻ നമ്മളൊരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്, ഇലക്ട്രോഫിലിക് അഡീഷൻ. ഓക്കെ, അപ്പം നമ്മൾ HBr ആഡ് ചെയ്തു. HBr ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ HBrൻ്റെ അകത്ത് H+ അയോൺസും ഉണ്ട്, Br- അയോണും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കണ്ടോ മാർക്കോണിക്കോസ് റൂൾ ആണ് ഫോളോ ചെയ്യണത്. നോക്കിക്കേ മാർക്കോണിക്കോസ്, ഇവിടെ നമ്മൾ നോക്കുമ്പം മാർക്കോണിക്കോസ് റൂൾ നോക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കണം. അതായത് ഇവിടെ ഡബിൾ ബോണ്ടിന്റെ റൈറ്റ് സൈഡിൽ ദേ നോക്കിക്കേ 1 2 3 ഡബിൾ ബോണ്ടിന്റെ റൈറ്റ് സൈഡിൽ 3 കാർബൺ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആറ്റമേ ഉള്ളൂ. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്. അൺസിമെട്രിക്കൽ ആൽക്കീനിൽ ഹൈഡ്രജൻ ഹാലൈഡായ HCl HBr HI ആഡ് ചെയ്യുന്നത് മാർക്കോണിക്കോസ് റൂൾ പ്രകാരമായിരിക്കും. എന്താണ് മാർക്കോണിക്കോസ് റൂൾ? അപ്പൊ കണ്ടോ നമുക്ക് റൂൾ ഏത് റൂളായിരിക്കും? മാർക്കോണിക്കോസ് റൂൾ. മാർക്കോണിക്കോസ് റൂൾ പ്രകാരമാണ് നമ്മൾ അഡീഷൻ നടത്തേണ്ടത്. മാർക്കോണിക്കോസ് റൂൾ പറയുന്നത് when an unsymmetrical reagent is added to an unsymmetrical alkene, the negative part of the reagent goes to carbon atom that contain lesser number of hydrogen atom. നെഗറ്റീവ് പാർട്ട്, ഇതിലെ നെഗറ്റീവ് പാർട്ട് ആരാണ്? Br-. നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് പോകും? കാർബൺ ആറ്റം ദാറ്റ് കണ്ടെയ്ൻ ലെസ്സർ നമ്പർ ഹൈഡ്രജൻ. ഈ 2 കാർബണെ നോക്കിക്കേ,
നമ്മുടെ ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിലെ റൈറ്റിലെ 2 കാർബണിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ 2 കാർബൺ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റ് സൈഡിലെ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ എങ്ങോട്ട് പോകും? ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് പോകും. നമുക്കൊന്ന് പ്രോഡക്റ്റ് എഴുതി നോക്കാം. CH3 CH അഡീഷൻ നടത്തുമ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു സിംഗിൾ ബോണ്ട് ആകുന്നു. ഓക്കെ, ഇനി നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ കണ്ടോ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് ആഡ് ചെയ്തു. ഇവിടെ പഴയതുപോലെ CH3 ഓക്കെ. ഇനി പോസിറ്റീവ് പാർട്ടായ H ലെഫ്റ്റ് സൈഡിൽ അതേ ഈ കാർബണിലേക്ക് ആഡ് ചെയ്യുന്നു. ദേ അപ്പോൾ ഇത് CH2. അപ്പോൾ കണ്ടോ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് കിട്ടി? നമുക്ക് പേര് എഴുതി നോക്കാം. അപ്പോൾ കണ്ടോ മേജർ പ്രോഡക്റ്റായി ചോദിച്ചത് റൂൾ പ്രകാരമുള്ള പ്രോഡക്റ്റിന് നമ്മൾ മാർക്കോണിക്കോസ് റൂൾ പ്രകാരം ഇവിടെ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടും. ഇത് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു പ്രോഡക്റ്റ് ഇത് തിരിച്ചു പറഞ്ഞാൽ കണ്ടോ ഈ പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ പ്രോഡക്റ്റ്. ഓക്കെ, മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഫോം ചെയ്ത് നോക്കിക്കുക. ആരാണ്? 1 2 3 4 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. കണ്ടോ 2 ബ്രോമോ 2 മീഥൈൽ 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇതാണ് നമുക്ക് മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. അപ്പോൾ മൈനർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് തിരിഞ്ഞു വരുന്ന പ്രോഡക്റ്റ് ആണ്. അതായത് ഹൈഡ്രജൻ കണ്ട കാർബൺ കുറവുള്ള അടുത്തേക്ക് ഹൈഡ്രജൻ നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക്, അതായത് ലെഫ്റ്റിലും വരും ബ്രോമിൻ. നോക്കിക്കേ, നമ്മൾ മൈനർ പ്രോഡക്റ്റ് പറയുന്നത് ഇതേ കൺസെപ്റ്റ് റൂള് നമ്മൾ നേരെ തിരിച്ച് പറയുന്നു. അതായത് എന്ത് പറയും? നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് ആഡ് ചെയ്യും? ഹൈഡ്രജൻ കൂടുതലുള്ള കാർബൺ, അതായത് നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ ലെഫ്റ്റിലും വരും, ഹൈഡ്രജൻ റൈറ്റ് സൈഡിലും വരും. നമുക്ക് പ്രോഡക്റ്റ് എന്ത് പറയാം? CH3 CH കണ്ട നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ ഹൈഡ്രജൻ കൂടുതലുള്ള അവിടെ വന്നു, CHBr അഡീഷൻ നടന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി. ഓക്കെ, കണ്ട പോസിറ്റീവ് പാർട്ടായ H ഇവിടെയും വരും. അപ്പോൾ CH ഇവിടെ ആര് വരും? CH3 ഇവിടെ ബ്രാഞ്ച് ആയിട്ട് CH3. കണ്ടോ ഈ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? മൈനർ പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് മേജർ ഓർഗാനിക് പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ. അപ്പോൾ മേജർ ഓർഗാനിക് പ്രോഡക്റ്റ് ആരാണ് ഫോം ചെയ്തത്? 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ് നമുക്ക് മേജർ ഓർഗാനിക് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഫോം ചെയ്തത്. അപ്പോൾ ഓക്കെ അല്ലേ? ഈ റിയാക്ഷൻ ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് മാർക്കോണിക്കോസ് റൂൾ പ്രകാരം നമ്മൾ പറയുന്നത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് ഹൈഡ്രജൻ കുറവുള്ള കാർബണിലായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിന്റെ മെക്കാനിസം പ്രകാരം നമ്മൾ പറയണ നെഗറ്റീവ് പാർട്ട് എന്ന് പറയണ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ. ഇവിടെ ആ കൺസെപ്റ്റും കൂടെ നമ്മൾ നോക്കുമ്പോഴും ഇത് കറക്റ്റ് ആണ്. നോക്കിക്കേ, ഇവിടെ ഈ ഡബിൾ ബോണ്ട് ലെഫ്റ്റിലായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കാർബൺ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതൊരു ടേർഷറി കാർബോകാറ്റയോൺ. കണ്ടോ ആ കാർബൺ നോക്കിക്കേ 1 2 3 3 കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്യും. കണ്ടോ അതുകൊണ്ട് മെക്കാനിസം പ്രകാരം നമുക്കത് പറയാൻ. കണ്ടോ ഇതൊരു മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ. ഈ ഡബിൾ ബോണ്ട് ദേ നോക്കിക്കേ, ഇതിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ കാർബണിന് ഒരു മൈനസ് ചാർജും ഈ കാർബണിന് ഒരു പ്ലസ് ചാർജ് ലഭിക്കും. അപ്പോൾ അതൊരു ടേർഷറി കാർബോകാറ്റയോൺ ആവും. അപ്പോൾ നമ്മുടെ മാർക്കോണിക്കോസ് അഡീഷന്റെ മെക്കാനിസം പറയുന്നത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോണിൽ വേണം നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ ആഡ് ചെയ്യാൻ. അങ്ങനെ ആ കൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോണായ ടേർഷറി കാർബോകാറ്റയോണാണ് ഫോം ചെയ്യണം. അവിടെയാണ് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്തത്. അപ്പം നമ്മുടെ ഉത്തരം ഓക്കെ. അപ്പം നമ്മൾ മാർക്കോണിക്കോസ് ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്കിൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലായിട്ട് കിടക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നിങ്ങൾക്ക് 2 മാർക്കിന് പലപ്പോഴും ബോർഡ് എക്സാമിനേഷന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. കണ്ടോ സ്വാർട്സ് റിയാക്ഷനും ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും കണ്ടോ എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനായി ചോദിച്ചിരിക്കണം. നമുക്ക് നോക്കാം എന്താണ് സ്വാർട്സ് റിയാക്ഷൻ. അതായത് ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിമിംഗ് റിയാക്ഷൻസ് ആണ്. ഒന്ന് സ്വാർട്സ് റിയാക്ഷനും ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നെയിമിംഗ് റിയാക്ഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷനുകളിൽ ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ 2 ക്വസ്റ്റ്യൻസ് ആണ് സ്വാർട്സ് റിയാക്ഷനും ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും. നോക്കാം നമുക്ക് എന്താണ് സ്വാർട്സ് റിയാക്ഷൻ. ഈ സ്വാർട്സ് റിയാക്ഷൻ പറയുന്നത് നമ്മൾ ഫ്ലൂറോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. പ്രത്യേകം ഓർത്തോണം, ആരുടെ പ്രിപ്പറേഷൻ ആണ്? ഫ്ലൂറോ ആൽക്കെയിൻസ്. അതായത് ഏതെങ്കിലും ഒരു ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻസിൽ നിന്ന് നമ്മൾ ഫ്ലൂറോ ആൽക്കെയിൻസിനെ നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് ചെയ്യുന്നത് സ്വാർട്സ് റിയാക്ഷനിൽ? ഫ്ലൂറോ ഓർ
നമ്മൾ ഫ്ലൂറോ ആൽക്കൈൻസ് ആണ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്ലൂറോ ആൽക്കൈൻസിനെ നമ്മൾ ഫ്ലൂറോ ആൽക്കൈൻസ് ആണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഫ്ലൂറോ ആൽക്കൈൻസ് നമ്മൾ നിർമ്മിക്കുന്നത് ഏതിൽ നിന്നായിരിക്കും? ഏതെങ്കിലും ഒരു ക്ലോറോ അഥവാ ബ്രോമോ ആൽക്കൈൻസിനെ ഫ്ലൂറോ ആൽക്കൈൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ റിയേജൻ്റ് ആയിട്ട് വരുന്നത് ക്ലോറോ ഓർ ബ്രോമോ ആൽക്കൈൻ. ഇതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫ്ലൂറോ ആൽക്കൈൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. എങ്കിൽ ഫ്ലൂറോ ആൽക്കൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലൂറിനുള്ള റിയേജൻസ് വേണം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് മെറ്റാലിക് ഫ്ലൂറൈഡ്സ് ആയ സിൽവർ ഫ്ലൂറൈഡ്, കേട്ടോ, AgF. മെറ്റാലിക് ഫ്ലൂറൈഡ്സ് ആയിട്ട് നമുക്ക് ആരൊക്കെ യൂസ് ചെയ്യാം? AgF, മെറ്റാലിക് ഫ്ലൂറൈഡ്സ് ആയ സിൽവർ ഫ്ലൂറൈഡ്, അല്ലെങ്കിൽ മെർക്കുറസ് ഫ്ലൂറൈഡ്. സിൽവർ ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെർക്കുറസ് ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം. മെർക്കുറസ് ഫ്ലൂറൈഡ് അഥവാ Hg2F2, മെർക്കുറസ് ഫ്ലൂറൈഡ്, അല്ലെങ്കിൽ SbF3. ഇവരൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണം. ഇതിലേതെങ്കിലും റിയേജൻസ് ആയിരിക്കും നമ്മൾ കണ്ടോ ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യണം. ഇതൊരു കേട്ടോ നോക്കിക്കേ. അപ്പം നോക്കിക്കേ, ക്ലോറോ അഥവാ ബ്രോമോ ആൽക്കൈനെ ദേ നോക്കിക്കേ, മെറ്റാലിക് ഫ്ലൂറൈഡായ സിൽവർ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ മെർക്കുറസ് ഫ്ലൂറൈഡ് അല്ലെങ്കിൽ SbF3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കണ്ടോ, ഹാലജൻ എക്സ്ചേഞ്ച്. അപ്പോൾ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത് ഹാലജൻ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഹാലജൻ എക്സ്ചേഞ്ച്. അപ്പോൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് ഹാലജനായ ഫ്ലൂറിൻ വന്ന് റീപ്ലേസ് ചെയ്യും. അതാണ് റിയാക്ഷൻ. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വേണേൽ നമുക്ക് എഴുതി നോക്കാം. ഇപ്പോൾ ഇതേ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ CH3Br നമ്മുടെ ബ്രോമോമീഥൈൻ അഥവാ മീഥൈൽ ബ്രോമൈഡിനെ എടുക്കുകയാണ്. ബ്രോമോമീഥൈൻ. ഓക്കെ, ഈ ബ്രോമോമീഥൈനെ ഞാൻ ദേ നോക്കിക്കേ സിൽവർ ഫ്ലൂറൈഡ് AgF ആയിട്ട് റിയാക്ട് ചെയ്യണം. സിൽവർ ഫ്ലൂറൈഡ്. അപ്പം നോക്കിക്കേ, ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് കണ്ടോ ഫ്ലൂറിൻ വന്ന് റീപ്ലേസ് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എന്ത് കിട്ടും? CH3F കിട്ടും. Agയും ഈ റിമൈനിങ് ആയിട്ടുള്ള നമ്മുടെ ബ്രോമിനും കൂടെ ആര് ഫോം ചെയ്യും? AgBr അഥവാ സിൽവർ ബ്രോമൈഡും ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് മേജർ പ്രോഡക്റ്റ് ആയിട്ട് ആര് കിട്ടി? ഇവിടെ നോക്കിക്കേ, കറസ്പോണ്ടിങ് ആൽക്കൈനായ ബ്രോമോമീഥൈൻ എടുത്തുകൊണ്ട് കറസ്പോണ്ടിങ് ആൽക്കൈനായ ഫ്ലൂറോമീഥൈൻ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാർബണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും കേട്ടോ. അതായത് ഹാലജന് മാത്രമാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ബ്രോമിൻ അല്ലെങ്കിൽ ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് ആരാണ് വരുന്നത്? ഫ്ലൂറിനാണ് വരുന്നത്. ഓക്കെ, കണ്ടോ, ഫ്ലൂറോമീഥൈൻ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. എന്താണ്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാർട്സ് റിയാക്ഷൻ പഠിച്ചു. ഈ സ്വാർട്സ് റിയാക്ഷനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള മറ്റൊരു റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നിങ്ങൾക്ക് എക്സാമിനേഷനുകളിൽ തെറ്റിപ്പോകാൻ വളരെ ചാൻസ് കൂടിയ ഒരു ചോദ്യമാണ് ഫിംഗൽസ്റ്റീനും സ്വാർട്സും. അപ്പോൾ സ്വാർട്സ് റിയാക്ഷൻ നമ്മൾ എന്താണ് ചെയ്തത്? ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനെ ആരായിട്ട് കൺവേർട്ട് ചെയ്തു? ഫ്ലൂറോ ആൽക്കൈൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനെ നമ്മൾ അയഡോ ആൽക്കൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ആരെന്ന് പറയുന്നത്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. കണ്ടോ, അപ്പോൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ മാറിപ്പോരുത്. പ്രോഡക്റ്റ് വിൽ ബി അയഡോ ആൽക്കൈൻസ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഞാൻ പറഞ്ഞു എന്താണ് ഫിംഗൽസ്റ്റീൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ നമ്മൾ എന്താ ചെയ്യാൻ പോണ? ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈൻ, ക്ലോറോ ഓർ ബ്രോമോ ആൽക്കൈൻസ്. ഈ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈൻസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോയാണ്? നമ്മൾ അയഡോ ആൽക്കൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോയത്. അതായത് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് അയഡിൻ വരാൻ പോകുകയാണ്, അയഡോ ആൽക്കൈൻസ്. ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കണ്ട, SN2 മെക്കാനിസം ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അയഡോ ആൽക്കൈൻസ്, അയഡിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയാണ്. അപ്പോൾ അയഡിൻ വരണമെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യണത് അയഡിൻ്റെ കോമ്പൗണ്ടായ സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. കേട്ടോ, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത അസറ്റോണിൻ്റെ പ്രസൻസിലാണ് കേട്ടോ. ഡ്രൈ അസറ്റോണിൻ്റെ പ്രസൻസിൽ സോഡിയം അയഡൈഡ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ സോഡിയം അയഡൈഡ് യൂസ് ചെയ്യുമ്പോൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ന്യൂക്ലിയോഫൈലായ അയഡിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും എഴുതി നോക്കാം.
ഇപ്പോൾ ഒരു ബ്രോമോ ആൽക്കൈൻ വേണം എഴുതാം. നമുക്ക് ബ്രോമോ ഈഥൈൻ ഒന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ടാണ് ബ്രോമോ ഈഥൈൻ, CH3CH2Br, ബ്രോമോ ഈഥൈൻ. ഈ ബ്രോമോ ഈഥൈൻ നോക്കിക്കേ, സോഡിയം അയഡൈഡ് NaI ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. നോക്കിക്കേ, ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അയഡിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് വരും? CH3CH2, ബ്രോമിൻ മാറി അയഡിൻ വന്നു, I. കണ്ടോ, ഈ സോഡിയവും ബ്രോമിനും തമ്മിൽ ആര് എലിമിനേറ്റ് ചെയ്യും? NaBr അഥവാ സോഡിയം ബ്രോമൈഡ്. കണ്ടോ, ബൈ പ്രോഡക്റ്റ് ആയിട്ടും ഫോം ചെയ്ത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ് സംഭവിച്ചത്? ഒരു ബ്രോമോ ആൽക്കൈനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയഡോ ആൽക്കൈനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത്. കണ്ടോ, കാർബണിന്റെ എണ്ണം സെയിം ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഏതെങ്കിലും ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈൻ കറസ്പോണ്ടിങ് അയഡോ ആൽക്കൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനില്ല, ഉറപ്പായിട്ടും എഴുതാം. അയഡോ ആൽക്കൈൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആയിരിക്കും, പ്രത്യേകം ഓർക്കുക. അപ്പോൾ നോക്കിക്കേ, ബ്രോമോ ഈഥൈൻ നമുക്ക് പ്രോഡക്റ്റ് ആര് കിട്ടി? അയഡിൻ വന്നതുകൊണ്ട് പ്രോഡക്റ്റ് വിൽ ബി അയഡോ ഈഥൈൻ. കണ്ടോ, അപ്പോൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്ക് തിരിഞ്ഞു പോകാൻ, തെറ്റിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. നെയിമിംഗ് റിയാക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഫിംഗൽസ്റ്റീനിൽ നമുക്ക് അയഡോ ആൽക്കൈൻസ് ആണ് കിട്ടുന്നതെങ്കിൽ സ്വാർട്സ് റിയാക്ഷനിൽ നമുക്ക് ഫ്ലൂറോ ആൽക്കൈൻസ് ആണ് കിട്ടുന്നത് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ഹാലോ ആൽക്കൈൻസിൻ്റെ ഹാലോ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷനിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിമിംഗ് റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പറേഷൻ പാർട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം, A hydrocarbon C5H10 does not react with chlorine in dark but gives a single monochloro compound C5H9Cl in bright sunlight. Identify the hydrocarbon. അപ്പോൾ ഒരു ഹൈഡ്രോകാർബൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. C5H10 എന്നാണ് ഫോർമുല. ഓക്കെ, H10. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും CnH2n ജനറൽ ഫോർമുലയിലുള്ളതാണ്. അപ്പോൾ CnH2n ജനറൽ ഫോർമുല വരുന്ന കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ആൽക്കീൻസ് ആകാം. പ്രത്യേകം ഓർത്തോണം കേട്ടോ, ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുലയാണ് CnH2n. ഒന്നെങ്കിൽ അത് ആൽക്കീൻസ് ആകാം, അല്ലെങ്കിൽ ആരാകാം? CnH2n ജനറൽ ഫോർമുല തന്നെയുള്ളത് മറ്റൊരാളാണ് സൈക്ലോ ആൽക്കൈൻസ്. നമ്മൾ കേട്ടിട്ടുണ്ട് സൈക്ലോ പ്രൊപ്പൈൻ, സൈക്ലോ ബ്യൂട്ടൈൻ, സൈക്ലോ പെൻറ്റൈൻ. ഓക്കെ, സൈക്ലോ ആൽക്കൈൻ. അപ്പോൾ ഇവരൊന്നേ ആൽക്കീൻ അല്ലെങ്കിൽ സൈക്ലോ ആൽക്കൈൻ ആയിരിക്കും ഈ കോമ്പൗണ്ട്. ഓക്കെ, ഒന്ന് 5 കാർബണുള്ള ആൽക്കൈൻ അല്ലെങ്കിൽ 5 കാർബണുള്ള സൈക്ലോ ആൽക്കൈൻ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഡസ് നോട്ട് റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ഡാർക്ക്. ഡാർക്ക് കണ്ടീഷനിൽ ക്ലോറിനേഷൻ നടത്തില്ല, ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആൽക്കീൻസിന്റെ പ്രത്യേകത, അവർ ഡാർക്ക് കണ്ടീഷനിൽ സൺലൈറ്റിന്റെ ആബ്സെൻസിൽ നമുക്ക് ക്ലോറിനേഷൻ റിയാക്ഷൻ നൽകും. ആൽക്കീൻസ് നൽകുന്ന റിയാക്ഷനാണ്, ഒരു അഡീഷൻ റിയാക്ഷനാണ്, അത് നൽകും. ആൽക്കീൻസ് എല്ലാവരും ക്ലോറിനേഷൻ നൽകും. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി അത് ആൽക്കീൻ അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ അത് ആരായിരിക്കണം? കണ്ടോ, ബട്ട് ഗീവ്സ് എ സിംഗിൾ മോണോക്ലോറോ കോമ്പൗണ്ട് C5H9Cl ഇൻ ബ്രൈറ്റ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ കണ്ടോ, നോക്കിക്കേ, ഒരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നു. നമ്മൾ കുറച്ചു മുമ്പ് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ പഠിച്ചു. അതായത് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് നടന്നത്. ദാറ്റ് മീൻസ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടന്നത്. അപ്പോൾ ഇത് ആരായിരിക്കും? സൈക്ലോ ആൽക്കൈൻസ്. അപ്പോൾ ആൽക്കൈൻസ് എല്ലാം മെയിൻ ആയിട്ട് കേട്ടോ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഹാലജൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നൽകും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇതൊരു സൈക്ലോ ആൽക്കൈൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് എഴുതാം, 5 കാർബണുള്ള സൈക്ലോ ആൽക്കൈൻ. 5 കാർബണുള്ള സൈക്ലോ ആൽക്കൈൻ സൈക്ലോ പെൻറ്റൈൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. 5 കാർബൺ, ഇതാണ് 5 കാർബണുള്ള സൈക്ലോ ആൽക്കൈൻ, സൈക്ലോ പെൻറ്റൈൻ. ഇപ്പം തന്നെ കിട്ടി നമ്മുടെ പ്രോഡക്റ്റ്. കണ്ടോ, നമുക്ക് ഐഡന്റിഫൈ ചെയ്ത ഹൈഡ്രോകാർബൺ ആരെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. നമുക്ക് വേണേൽ റിയാക്ഷൻ എഴുതി നോക്കാം. സൈക്ലോ പെൻറ്റൈൻ ആണ്. നോക്കിക്കേ, സൈക്ലോ പെൻറ്റൈൻ എന്ത് ചെയ്തു? കണ്ടോ, തന്നിരിക്കുന്ന കോമ്പൗണ്ട് കണ്ടോ, ഡസ് നോട്ട് റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ഡാർക്ക്. കണ്ടോ,
ബട്ട് ഗീവ്സ് എ സിംഗിൾ മോണോക്ലോറോ കോമ്പൗണ്ട് ഇൻ ബ്രൈറ്റ് സൺലൈറ്റ്. കണ്ടോ, ബ്രൈറ്റ് സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിനേഷൻ നടത്തി. സിംഗിൾ മോണോക്ലോറോ കണ്ടോ, ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്ത്, ഇത് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യും, പ്ലസ് Cl2 ക്ലോറിനേഷൻ നടത്തുകയാണ്. എന്തിന്റെ പ്രസൻസിലാണ്? സൺലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിലുള്ള ക്ലോറിനേഷൻ നമുക്ക് പറയാം ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതായത് ക്ലോറിൻ ദേ നോക്കിക്കേ, Cl2 സിംഗിൾ ബോണ്ട്. ക്ലോറിൻ നിങ്ങൾക്കറിയാം ഹോമോളിറ്റിക് ഫിഷൻ നടന്ന് നോക്കിക്കേ, 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കലാണ് ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. അവിടുത്തെ ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും തമ്മിൽ നമുക്ക് HCl ആയിട്ടും എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് പറയാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത്, ഏത് ഹൈഡ്രജനും, എല്ലാ ഹൈഡ്രജനും ഐഡന്റിക്കൽ ആണ്. നോക്കിക്കേ, കണ്ട ഇവിടുത്തെ പ്രത്യേകത കണ്ട, സിംഗിൾ മോണോക്ലോറോ കോമ്പൗണ്ട് എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതും ശ്രദ്ധിക്കണം. സിംഗിൾ മോണോക്ലോറോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഈ കാർബണിലെ എല്ലാ ഹൈഡ്രജനും ഐഡന്റിക്കൽ ആണ്. ദേ നോക്കിക്കേ, എല്ലാ ഹൈഡ്രജനും ഇക്വലന്റ് ആയിട്ടുള്ള എല്ലാ കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജൻ ഉണ്ട്, ഐഡന്റിക്കൽ ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഏത് ഹൈഡ്രജൻ വേണേലും റീപ്ലേസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? ക്ലോറിൻ വന്ന്. കണ്ടോ, 1 ക്ലോറോ സൈക്ലോപെന്റെയിൻ. കണ്ടോ, ഇതിന്റെ ഫോർമുല നോക്കിക്കേ, C5H9Cl. കണ്ടോ, ഇത് ആൽക്കീൻ ആണെങ്കിൽ നിങ്ങൾ ആൽക്കീൻ ആണ് 5 കാർബണുള്ള ആൽക്കീൻ. ആൽക്കീൻ്റെ പ്രത്യേകത അത് ക്ലോറിനേഷൻ കേട്ടോ, ഡസ് നോട്ട്, ഡാർക്ക് കണ്ടീഷനിൽ ക്ലോറിനേഷൻ നൽകും. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കണ്ടോ, C5H10 ഡസ് നോട്ട് റിയാക്ട് വിത്ത് ക്ലോറിൻ. ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് കണ്ടീഷനിൽ. നമുക്കറിയാം ആൽക്കീൻസ് എല്ലാവരും റിയാക്ട് ചെയ്യും, അതുകൊണ്ട് മനസ്സിലായി ആൽക്കീൻസ് അല്ല. അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ആരാണെന്ന് മനസ്സിലായി, ഒരു സൈക്ലോ ആൽക്കൈൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് മേജർ ഓർഗാനിക് പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പം നമുക്കൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിലെ ഓർഗാനിക് പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ വരക്കാനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരാണ് കോമ്പൗണ്ട്. ദേ നോക്കിക്കേ, 1 2 3 3 കാർബൺ ഉണ്ട്. 3 കാർബൺ OH ഫംഗ്ഷൻ ഗ്രൂപ്പ്, ഒരു ആൽക്കഹോൾ ആണ്, അപ്പൊ പ്രൊപ്പനോൾ ആണ്. പ്രൊപ്പനോൾ ആരായിട്ടുള്ള റിയാക്ഷൻ? SOCl2. SOCl2 എന്ന് പറയുമ്പോൾ പ്രത്യേക ഓർത്തോണം, കോമ്പൗണ്ടിന്റെ പേര് തയോണിൽ ക്ലോറൈഡ് ആണ്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ പാർട്ടിൽ നിന്ന് ആൽക്കഹോൾസ് PCl3 PCl5 തയോണിൽ ക്ലോറൈഡ് ഇവരായിട്ടുള്ള റിയാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൺവേർഷൻ റിയാക്ഷനിലും അതുപോലെ തന്നെ ഫൈനൽ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആൽക്കഹോൾ OH നോക്കി ആരായിട്ട് റിയാക്ട് ചെയ്യാൻ പോയാണ്? തയോണിൽ ക്ലോറൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ആൽക്കഹോൾസ് PCl3 അല്ലെങ്കിൽ PCl5 അല്ലെങ്കിൽ SOCl2 ഇവരായിട്ട് റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് വിൽ ബി OHനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരും, അഥവാ ക്ലോറോ ആൽക്കൈൻസ് ആയിരിക്കും ഫോം ചെയ്യണം കേട്ടോ. ആരായിരിക്കും? ഏത് ആൽക്കഹോൾസ് ചോദിച്ചാലും PCl3ഓ PCl5ഓ തയോണിൽ ക്ലോറൈഡ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്താൽ അതിലെ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരും, കാർബണിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പ്രകാരം നമുക്ക് എഴുതാം OH മാറി ക്ലോറിൻ വരും. അപ്പൊ പ്രോഡക്റ്റ് എന്ത് വരും? CH3 CH2 CH2Cl. ഓക്കെ, പേരെന്ത് പറയാം? കണ്ടോ, 1 ക്ലോറോ പ്രൊപ്പൈൻ അഥവാ ക്ലോറോ പ്രൊപ്പൈൻ. കണ്ടോ, പ്രൊപ്പനോളിൽ നിന്ന് ക്ലോറോ പ്രൊപ്പൈൻ. ഇപ്പൊ കണ്ടോ, ഏതെങ്കിലും ആൽക്കഹോളിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോറോ ആൽക്കൈൻസ് നമുക്ക് കണ്ട ഈ റിയാക്ഷൻ വഴി നിർമ്മിക്കാൻ പറ്റും. ക്ലോറോ പ്രൊപ്പൈനും കിട്ടി. ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ ഒരു ഹൈഡ്രജനും റിമൈനിങ് ആയിട്ട് ഇനി നമുക്ക് SOCl2ൽ ഒരു ക്ലോറിനേ ഉള്ളൂ. ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും തമ്മിൽ HCl ഗ്യാസും പോകും. കണ്ടോ, അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് കണ്ടോ, ഒരു സൾഫർ, ഇവിടെ ഒരു ഓക്സിജൻ, ഈ OHൽ ഒരു ഓക്സിജനും തമ്മിൽ SO2 സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസും ഫോം ചെയ്യും. അപ്പൊ ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് രണ്ടുപേരും നോക്കിക്കേ, HClഉം SO2ഉം ഇവർ രണ്ടുപേരും ഗ്യാസസ് ആണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ആൽക്കഹോൾസിൽ നിന്ന് ക്ലോറോ ആൽക്കൈൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞു ആൽക്കഹോൾസിൽ നിന്ന് ക്ലോറോ ആൽക്കൈൻ നിർമ്മിക്കാൻ നമുക്ക് PCl3 PCl5 തയോണിൽ ക്ലോറൈഡ് ഇത് 3 പേര് യൂസ് ചെയ്യാം. എന്നിരുന്നാലും മോർ സ്യൂട്ടബിൾ റിയേജന്റ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആര് പറയാം? തയോണിൽ ക്ലോറൈഡ് ആണ് മോർ സ്യൂട്ടബിൾ റിയേജന്റ്. കാരണം എന്തെന്ന് വെച്ചാൽ ദേ നോക്കിക്കേ, ഇവിടെ തയോണിൽ ക്ലോറൈഡ് നമ്മൾ അഥവാ SOCl2 യൂസ് ചെയ്തപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്ന HClഉം സൾഫർ ഡൈ ഓക്സൈഡും ഗ്യാസസ് അല്ലേ? ഈ ഗ്യാസസ് എസ്കേപ്പ് ചെയ്യണോണ്ട് നമുക്ക് നോക്കിക്കേ, നമുക്ക് പ്യുവർ ആയിട്ടുള്ള ക്ലോറോ ആൽക്കൈൻ അഥവാ ഇവിടെ നോക്കിക്കേ ക്ലോറോ പ്രൊപ്പൈൻ കിട്ടി.
അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ആൽക്കഹോൾസിൽ നിന്ന് ക്ലോറോ ആൽക്കൈൻ നിർമ്മിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റ് ആര് തന്നെ ആയിരിക്കും? തയണിൽ ക്ലോറൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആൽക്കഹോളിൽ നിന്നുള്ള ഹാലോ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. ഇനി മറ്റൊരു ചോദ്യം ഇത് നോക്കിക്കേ, ഹാലോ അരീൻസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. നോക്കിക്കേ, ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. C6H5N2+Cl-. നമുക്കൊന്ന് വരച്ച് നോക്കാം. C6H5N2+Cl-, അതായത് നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പേര് ഓർത്തോണം കേട്ടോ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആരായിട്ടുള്ള റിയാക്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? KI അഥവാ പൊട്ടാസ്യം അയഡൈഡ് ആയിട്ടുള്ള റിയാക്ഷനാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പൊട്ടാസ്യം അയഡൈഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് പ്രോഡക്റ്റ് കിട്ടുന്നു? ഫൈനൽ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രോഡക്റ്റ് വരുന്നത്, ഇവിടെ പൊട്ടാസ്യം അയഡൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ ബെൻസീൻ ഡയസോണിയം സാൾട്ടിൽ നിന്ന് അയഡോ ആൽക്കൈൻ ഹാലോ അരീൻസ് ആയ കേട്ടോ, സോറി അയഡോ ആൽക്കൈൻസ് അല്ല, അയഡോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള റിയാക്ഷനാണ്. അതേ നോക്കിക്കേ, ഇവിടെ പ്രോഡക്റ്റ് വരുന്നത് ഈ പൊട്ടാസ്യം ക്ലോറിനും നമ്മൾ KCl-ഉം എലിമിനേറ്റ് ചെയ്യും, നൈട്രജൻ ഗ്യാസ് ആയിട്ട് പോകും. കണ്ടോ, N2+Cl- റീപ്ലേസ് ചെയ്ത് ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? നോക്കിക്കേ, നമ്മുടെ ഹാലജനായ അയഡിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഡക്റ്റ് ആര് ഫോം ചെയ്തു? ബെൻസീനിലെ ഹൈഡ്രജൻ മാറി അയഡിൻ വന്നാൽ പ്രോഡക്റ്റ് വിൽ ബി അയഡോ ബെൻസീൻ. കേട്ടോ, അപ്പോൾ അയഡോ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാം ബെൻസീൻ ഡയസോണിയം സാൾട്ട് അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പൊട്ടാസ്യം അയഡൈഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ കണ്ടോ അയഡിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ കെയും ഇതിലെ Cl-ഉം തമ്മിൽ KCl-ഉം എലിമിനേറ്റ് ചെയ്യും, നൈട്രജൻ N2 നൈട്രജൻ ഗ്യാസ് ആയിട്ട് കണ്ടോ നൈട്രജനും പോകും. ഓക്കെ, അപ്പോൾ കണ്ടോ അയഡോ ബെൻസീൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓക്കെ, അടുത്ത നമ്മുടെ CH2 ഡബിൾ ബോണ്ട് CH2 നമുക്ക് എഴുതി നോക്കാം. രണ്ടാമത്തത് നോക്കിക്കേ, ആൽക്കീൻ്റെ അകത്തായിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 ഇതാരാണ്? ഈഥീനാണ്, നമ്മുടെ ആൽക്കീനായി ഈഥീനാണ്. ഓക്കെ, ഈഥീൻ്റെ അകത്തായിട്ട് ബ്രോമിൻ ആഡ് ചെയ്യണം Br2. എന്തിൻ്റെ പ്രസൻസിലാണ്? കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ പ്രസൻസിൽ കണ്ട ആൽക്കീൻ്റെ അകത്തായിട്ട് ബ്രോമിനേഷൻ ചെയ്യാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, ഇതൊരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, ബ്രോമിൻ ആഡ് ചെയ്താൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. നമ്മൾ ഈക്വൽ ആയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്രോമിൻ വരും, റൈറ്റ് സൈഡിലും ഒരു ബ്രോമിൻ വരും. ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. അപ്പം എന്ത് വരും? പ്രോഡക്റ്റ് ഇവിടെ CH2Br ഉണ്ടോ, ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്രോമിൻ വന്നു, റൈറ്റ് സൈഡിൽ ആ കാർബൺ ആറ്റത്തിലും ഒരു ബ്രോമിൻ വന്നു, CH2Br. പേരെന്ത് പറയാം നമുക്ക്? കോമ്പൗണ്ടിൻ്റെ ഒന്നിലും രണ്ടിലും ബ്രോമിൻ വന്നതുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ പേര് എന്ത് പറയാം? 1,2. രണ്ട് ബ്രോമിൻ വന്നതുകൊണ്ട് ഡൈബ്രോമോ 1,2 ഡൈബ്രോമോ. നമ്മുടെ പാരൻ്റ് ആരാണ്? ഈഥൈൻ. കണ്ടോ, ഈഥീൻ്റെ അകത്തായിട്ട് നമ്മൾ ബ്രോമിനേഷൻ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ബ്രോമിനേഷൻ ചെയ്തപ്പോൾ പ്രോഡക്റ്റ് ആര് ഫോം ചെയ്തു? 1,2 ഡൈബ്രോമോ ഈഥൈൻ. കണ്ട ആൽക്കൈനാ ഫോം ചെയ്ത്, ആൽക്കൈൻ്റെ അകത്തായിട്ട് ആഡ് ചെയ്തപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബ്രോമിനേഷൻ ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ് അൺസാച്ചുറേഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ റിയാക്ഷൻ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതേ നോക്കിക്കേ, കിട്ടിയ പ്രോഡക്റ്റിന് നമുക്കറിയാം കണ്ടോ, അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് കാർബൺ, അടുത്തടുത്തുള്ള രണ്ട് കാർബണിൽ രണ്ട് ബ്രോമിൻ വന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം, പ്രോഡക്റ്റ് എപ്പോഴും ആരായിരിക്കും? ഒരു വിസിനൽ ഹാലൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ വിസിനൽ ഹാലൈഡ്. കണ്ടോ, നമുക്ക് വിസിനൽ ഹാലൈഡ് ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യണത്. ഓക്കെ, ഇപ്പം കണ്ട ജനറലായിട്ട് നമുക്ക് പ്രോഡക്റ്റിന് ഇതിനെ എന്ത് വിളിക്കാം? ഒരു വിസിനൽ ഹാലൈഡ്. ഓക്കെ,
അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇതേ കണ്ടോ, ഹാലോവരീൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. ഇത് ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ ആയിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 മാർക്കിന് നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ള, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ കൺവേർഷൻ ഓഫ് ആൽക്കഹോൾ ഇൻറ്റു ആൽക്കൈൽ ക്ലോറൈഡ് ഈസ് ട്രീറ്റിംഗ് വിത്ത് ആൽക്കഹോൾ വിത്ത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ആര് നിർമ്മിക്കണം? ആൽക്കൈൽ ക്ലോറൈഡ് അഥവാ ക്ലോറോ ആൽക്കൈൻ നിർമ്മിക്കണം. ആരായിരിക്കും? നമ്മൾ പറഞ്ഞായിരുന്നു PCl3 യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, PCl5 യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, SOCl2 തൈനിൽ ക്ലോറൈഡ് പിരിഡീൻ്റെ പ്രസൻസ് കേട്ടോ, സോൾവെൻ്റ് ആയിട്ട് പിരിഡീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഡ്രൈ HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ HCl യൂസ് ചെയ്താലും OH മാറി ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അതിൽ മോർ സ്യൂട്ടബിൾ റിയേജന്റ് ആര് തന്നെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ആരായിരിക്കും? തൈനിൽ ക്ലോറൈഡ് ആയിരിക്കും. കാര്യം ബൈ പ്രോഡക്റ്റ് ഗ്യാസസ് ആണ്. അത് നിങ്ങൾക്ക് റീസണിങ് ചോദ്യമായിട്ടും ചിലപ്പോൾ ചോദിക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, പ്രത്യേകം നോക്കിക്കോണം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോകാം. ഹൗ ഈസ് ക്ലോറോബെൻസീൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡയറക്റ്റ് ക്ലോറിനേഷൻ, സെക്കൻഡ് മെത്തേഡ് ഡയസറ്റൈസേഷൻ മെത്തേഡ്. നമുക്ക് നോക്കാം. ക്ലോറോബെൻസീൻ്റെ പ്രിപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്ലോറിനേഷൻ, നമ്മൾ കഴിഞ്ഞ വർഷം +1 നിങ്ങൾ ഹൈഡ്രോ കാർബൺസി പഠിച്ചിട്ടുണ്ട്. ബെൻസീനെ ക്ലോറിനേഷൻ ചെയ്താൽ ആര് കിട്ടും? ക്ലോറോബെൻസീൻ കിട്ടും. അപ്പം നമുക്ക് എഴുതി നോക്കാം. നമ്മുടെ ബെൻസീൻ അറിയാലോ, ബെൻസീനെ ക്ലോറിനേഷൻ ചെയ്യുക. ആ റിയാക്ഷൻ എന്തെന്ന് വിളിക്കാം? ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതെ, ഡയറക്റ്റ് ക്ലോറിനേഷൻ ചെയ്യാണ്. ക്ലോറിനേഷൻ. ഈ റിയാക്ഷൻ്റെ പ്രത്യേകം ഓർത്തോണം. ഇവിടെ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് ക്ലോറിനേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണത് ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് കേട്ടോ. FeCl3 ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസി കേട്ടോ. നമ്മൾ ക്ലോറിനേഷൻ റിയാക്ഷൻ ഫെറിക് ക്ലോറൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ AlCl3, അല്ലെങ്കിൽ മെറ്റാലിക് അയണും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. FeCl3 ഓർ AlCl3, അല്ലെങ്കിൽ അയൺ യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രസൻസിൽ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഹൈഡ്രജൻ മാറി ഇലക്ട്രോഫൈലായ Cl വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഡക്റ്റ് വിൽ ബി ആരായിരിക്കും? ക്ലോറോബെൻസീൻ. ഇപ്പം ബെൻസീന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ക്ലോറിനേഷൻ നടത്തിയാൽ ക്ലോറോബെൻസീനും കിട്ടും. ബൈ പ്രോഡക്റ്റ് പോയൊരു ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ HCl ഫോം ചെയ്തു. ഓക്കെ, ഇപ്പം കണ്ടോ, ബെൻസീനെ ഡയറക്റ്റ് ക്ലോറിനേഷൻ നടത്തി നമ്മൾ ആര് നിർമ്മിച്ചു? ക്ലോറോബെൻസീൻ. കണ്ടോ, ഇപ്പോൾ ക്ലോറോബെൻസീനെ ഡയറക്റ്റ് ക്ലോറിനേഷൻ വഴിയുള്ള റിയാക്ഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഹൗ ഈസ് ക്ലോറോബെൻസീൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡയസറ്റൈസേഷൻ മെത്തേഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ, ഡയസറ്റൈസേഷൻ. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, കൺവേർഷൻ ആണെങ്കിലും. എന്താണ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ? അപ്പോൾ ഡയസറ്റൈസേഷൻ റിയാക്ഷൻ വഴി ക്ലോറോബെൻസീൻ നിർമ്മിക്കാനാണ്. എന്താണ് ഡയസറ്റൈസേഷൻ എന്ന് വെച്ചാൽ, അനിലിനെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആക്കുന്ന കെമിക്കൽ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസറ്റൈസേഷൻ. ഇപ്പോൾ ബെൻസീൻ്റെ അകത്ത് NH2 വന്നാൽ കണ്ടോ, ഇതാണ് അനിലിൻ. ഡയസറ്റൈസേഷൻ എന്ന് വെച്ചാൽ അനിലിനെ നമ്മൾ സോഡിയം നൈട്രൈറ്റ് NaNO2 അതുപോലെ തന്നെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസ് ടു 5 ഡിഗ്രി സെൽഷ്യസ് കണ്ടോ, ലോ ടെമ്പറേച്ചറായ അനിലിൻ എന്ന കോമ്പൗണ്ടിനെ ഡയസറ്റൈസേഷൻ എന്ന് വെച്ചാൽ സോഡിയം നൈട്രൈറ്റും HCl ആയിട്ട് നമുക്ക് HCl അല്ലെങ്കിൽ HBr യൂസ് ചെയ്യാം. ലോവർ ടെമ്പറേച്ചറായ 0 to 5 ഡിഗ്രി സെൽഷ്യസ് റിയാക്ട് ചെയ്താൽ നമുക്കറിയാം കണ്ടോ, ആര് വരും? ഇതിൽ N2+ Cl- ആയിട്ട് കൺവേർട്ട് ചെയ്യും. അഥവാ കുറച്ചു മുമ്പ് നമ്മൾ എഴുതിയ കോമ്പൗണ്ടാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ. കണ്ട, അനിലിനെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആക്കുന്ന റിയാക്ഷനാണ് ഡയസറ്റൈസേഷൻ. ഈ കിട്ടിയ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്ന് നമുക്ക് ആരെ നിർമ്മിക്കേണ്ട? ക്ലോറോബെൻസീനെയാണ് നമുക്ക് നിർമ്മിക്കേണ്ട. ക്ലോറോബെൻസീൻ നിർമ്മിക്കാൻ നമുക്ക് സാൻമേഴ്സ് റിയാക്ഷൻ ഉണ്ട്. കിട്ടിയ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ കുപ്രസ് ക്ലോറൈഡ് Cu2Cl2 ഇൻ പ്രസൻസ് ഓഫ് HCl, കുപ്രസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl. പ്രോഡക്റ്റ് വിൽ ബി ആര് വരും?
ഇവിടെ ദേ HCl ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഡക്റ്റ് വിൽ ബി ആരായിരിക്കും? ക്ലോറോബെൻസീൻ. ഇപ്പൊ റിയാക്ഷന്റെ പേര് ഓർത്തോണം. ബെൻസീൻ ഡയസോണിയം സാൾട്ടിന് കുപ്രസ് ക്ലോറൈഡും HCl ആയിട്ട് റിയാക്ട് ചെയ്ത് ക്ലോറോബെൻസീൻ നിർമ്മിക്കുന്ന ആ റിയാക്ഷന്റെ പേരും പഠിച്ചോണം. സാൻമേഴ്സ് റിയാക്ഷൻ എന്നാണ് ഈ റിയാക്ഷനെ വിളിക്കുന്നത് കേട്ടോ. ഈ റിയാക്ഷന്റെ പേര് നമ്മൾ സാൻമേഴ്സ് റിയാക്ഷൻ. ഇപ്പൊ കണ്ടോ, ഡൈസറ്റൈസേഷൻ വഴി ഇങ്ങനെയാണ് നമ്മൾ ക്ലോറോബെൻസിൻ നിർമ്മിക്കുന്നത്. അനിലിനെ ഡൈസറ്റൈസേഷൻ ചെയ്ത് ബെൻസീൻ ഡയസോണിയം സാൾട്ട് ആക്കി അതിനെ കുപ്രസ് ക്ലോറൈഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ക്ലോറോബെൻസിൻ നിർമ്മിക്കാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇത് കൂടാതെ കോപ്പർ പൗഡറും HCl യൂസ് ചെയ്ത് ക്ലോറോബെൻസിൻ നിർമ്മിക്കാം. അതിനെ നമ്മൾ ഗാറ്റർമാൻ റിയാക്ഷൻ എന്ന് നമ്മൾ അമീൻസ് എന്ന ചാപ്റ്ററിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ 2 മെത്തേഡും കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An organic compound A on heating with ammonia and cuprous oxide at high pressure gives compound B. നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എ ആരായിട്ട് റിയാക്ട് ചെയ്യാണ്? അമോണിയ ആയിട്ടും അതുപോലെ തന്നെ കുപ്രസ് ഓക്സൈഡ് CO2O ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അറ്റ് ഹൈ പ്രഷർ ഗീവ്സ് ബി. ഓക്കെ, ഇനി ദ കോമ്പൗണ്ട് ബിയോണ്ട് ട്രീറ്റ്മെന്റ് വിത്ത്, ഇനി ബീനെ എന്ത് ചെയ്യണം? ബി എന്ത് ചെയ്യണം? ബിയോണ്ട് ട്രീറ്റ്മെന്റ് വിത്ത് ഐസ് കോൾഡ് സൊല്യൂഷൻ. നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്, കണ്ടോ? ഐസ് കോൾഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 0 to 5 ഡിഗ്രി സെൽഷ്യസ് ലോ ടെമ്പറേച്ചർ. ഇതിനെ ആരായിട്ട് റിയാക്ട് ചെയ്യണം? നോക്കിക്കേ, സോഡിയം നൈട്രൈറ്റ് NaNO2 HCl ആയിട്ട് റിയാക്ട് ചെയ്യണം. പ്രോഡക്റ്റ് ആര് കിട്ടി? സി കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സിയെ എന്ത് ചെയ്യണം? വിച്ച് ഓൺ ഹീറ്റിംഗ് വിത്ത് കോപ്പർ ടേണിംഗ് ആൻഡ് HCl. സിയെ നമ്മൾ കോപ്പർ ടേണിംഗ് അഥവാ കോപ്പറും അതുപോലെ തന്നെ HClന്റെ പ്രസൻസി റിയാക്ട് ചെയ്യുമ്പോൾ എ എഗെയിൻ കിട്ടിയെന്ന് പറഞ്ഞു. ഐഡന്റിഫൈ A, B ആൻഡ് C. എയും ബിയും സി ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കിക്കേ, ഈ റിയാക്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ബി സോഡിയം നൈട്രേറ്റും HClഉം ലോ ടെമ്പറേച്ചർ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഏത് റിയാക്ഷനാണ്? ഡൈസറ്റൈസേഷൻ റിയാക്ഷനാണ്. അപ്പം തന്നെ കൺസെപ്റ്റ് നമുക്ക് കിട്ടി. ബി ആരായിരിക്കും? നമ്മൾ ആ അരോമാറ്റിക് അമീനായ അനിലിൻ അല്ലെങ്കിൽ അനിലിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡൈസറ്റൈസേഷൻ നൽകുന്നത്. അപ്പോൾ ബി അനിലിൻ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി സി എന്ന കോമ്പൗണ്ട് കോപ്പറും HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പം കോപ്പറും HCl ആയിട്ടുള്ള റിയാക്ഷൻ കേട്ടോ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു കുപ്രസ് ക്ലോറൈഡും HCl ആണെങ്കിൽ ആ റിയാക്ഷനെ സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. അതുകൂടാതെ നമുക്ക് ബെൻസീൻ ഡയസോണിയം സാൾട്ടിൽ നിന്ന് ക്ലോറോബെൻസീൻ നിർമ്മിക്കാം കേട്ടോ. കോപ്പറും HCl ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ആ റിയാക്ഷനെ ഗാറ്റർമാൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എ ആരായിരിക്കും? ഇത് ബി കിട്ടി, നിങ്ങൾക്കറിയാം അനിലിനാണെന്ന് മനസ്സിലായി. സി അപ്പോൾ ആരായിരിക്കും? ഡൈസറ്റൈസേഷൻ ചെയ്ത് കിട്ടുന്നത് ബെൻസീൻ ഡയസോണിയം സാൾട്ട്. അത് കോപ്പറും HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ കണ്ടോ ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ആര് കിട്ടും? ക്ലോറോബെൻസീൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എ ആരായിരിക്കും? ക്ലോറോബെൻസീൻ ആണെന്ന് മനസ്സിലായി. കണ്ടോ, എ ആരായിരിക്കും? നമ്മുടെ ക്ലോറോബെൻസീൻ. അപ്പം ദേ നോക്കിക്കേ, ക്ലോറോബെൻസീൻ ആരായിട്ട് റിയാക്ട് ചെയ്യണം? അമോണിയയും ആരായിട്ട് റിയാക്ട് ചെയ്യണം? CO2O ആയിട്ട് റിയാക്ട് ചെയ്യണം. ക്ലോറോബെൻസീൻ അമോണിയ CO2O ആയിട്ട് റിയാക്ട് ചെയ്ത് ദേ നോക്കിക്കേ, ആദ്യം ആര് ഫോം ചെയ്ത്? അമോണിയയും CO2O ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ ഒരു Hഉം Clഉം തമ്മിൽ പോകും. ഇവിടെ പ്രോഡക്റ്റ് വന്നത് ആരാണ്? ക്ലോറോബെൻസീൻ ഈസ് കൺവേർട്ടഡ് ടു NH2. ആര് ഫോം ചെയ്ത്? എന്താ കോമ്പൗണ്ടായ അനിലിൻ ഫോം ചെയ്ത്. ഓക്കെ, അപ്പോൾ ബി ആര് കിട്ടി? അപ്പോൾ എയും കിട്ടി, ബി ആര് കിട്ടി? അനിലിനാണ് ഫോം ചെയ്തത്. ഇനി ഈ കോമ്പൗണ്ടിന് അടുത്ത് നമുക്ക് ഡൈസറ്റൈസേഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് എഴുതി നോക്കാം. നോക്കിക്കേ, അനിലിൻ എന്ത് ചെയ്യണം? ഡൈസറ്റൈസേഷൻ NaNO2 ഇൻ പ്രസൻസ് ഓഫ് 2 HCl. അതുപോലെ തന്നെ 0 to 5 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ റിയാക്ഷനാണ്. അനിലിൻ ഡൈസറ്റൈസേഷൻ ചെയ്താൽ പ്രോഡക്റ്റ് വിൽ ബി എന്താ? ബെൻസീനിൽ N2+ഉം Cl- വരും. പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേര് പ്രത്യേകം ഓർത്തോണം, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. നമ്മൾ HCl ആണെങ്കിൽ ഡയസോണിയം ക്ലോറൈഡ്, ഇവിടെ നമ്മൾ HBr ആണെങ്കിൽ ഡയസോണിയം ബ്രോമൈഡും ഫോം ചെയ്യും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ ബി കിട്ടി, ഇതിനെ കണ്ടോ ആര് കിട്ടി? സിയും കിട്ടി. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ആരാണ്?
അടുത്ത കണ്ടീഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് CA കോപ്പർ ടേണിങ്സ് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ A കിട്ടും. നമുക്ക് A കിട്ടുമോയെന്നൊന്ന് നോക്കാം. ഈ കിട്ടിയ CA കോപ്പർ ടേണിങ്ങും HCl-ഉം. അപ്പോൾ ഈ റിയാക്ഷൻ പ്രത്യേകം പഠിച്ചോണം. ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കോപ്പർ ടേണിങ്സും HCl ആയിട്ടുള്ള റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗാറ്റർമാൻ റിയാക്ഷൻ. ഇപ്പോൾ സാൻമേയേഴ്സും ഗാറ്റർമാനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ കോപ്പർ ടേണിങ്സ് അഥവാ കോപ്പർ പൗഡറാണ് യൂസ് ചെയ്യണം HCl-ന്റെ പ്രസൻസിൽ. അപ്പോൾ HCl-ലെ ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഡക്റ്റ് വിൽ ബി ആര് തന്നെ ഫോം ചെയ്യും? ക്ലോറോബെൻസീൻ. അപ്പോൾ കണ്ടോ, ഇതേത് പ്രോഡക്റ്റ് കണ്ടോ? ഇപ്പം നമുക്ക് A വീണ്ടും ആര് തന്നെ കിട്ടി? A തന്നെ കിട്ടി. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും കണ്ടോ ഒരു കൺവേർഷനായിട്ട് നമുക്കൊരു കണ്ടോ ഒരു ഡീറ്റെയിൽഡ് മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും സിയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചത്. കണ്ടോ, അപ്പോൾ പ്രോഡക്റ്റ് ഓക്കെ ആണല്ലോ. അപ്പോൾ ഡൈസറ്റൈസേഷൻ കണ്ടോ, ഗാറ്റർമാൻ റിയാക്ഷൻ ഈ കൺസെപ്റ്റിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഹാസ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? അടുത്ത ബോയിലിംഗ് പോയിന്റ് എന്ന കൺസെപ്റ്റിൽ നിന്ന് ചോദിച്ചിരിക്കണേണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾ ആദ്യം നോക്കേണ്ട കാർബണിന്റെ എണ്ണമാണ്. കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുമ്പോൾ, അപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ പ്രത്യേകത നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. അടുത്തത് അല്ലെങ്കിൽ പറയാം ബോയിലിംഗ് പോയിന്റ് കാർബൺ ആറ്റം സെയിം ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രാഞ്ചിങ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ പറയാം ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ചിങ്. അപ്പോൾ ആദ്യം കാർബൺ ആറ്റത്തിന്റെ എണ്ണം തന്നെ നമുക്ക് എല്ലാവർക്കും നോക്കാം. അതേ നോക്കിക്കുക, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3. ഇതിൽ എത്ര കാർബൺ? 1 2 3 4, 4 കാർബൺ. ഇതിൽ എത്ര കാർബൺ? CH3 ത്രൈസ് 3 കാർബൺ 1 4. ഇതിൽ 4 കാർബൺ ഉണ്ട്. ഓക്കെ, ഇവിടെ 1 2 3 4, ഇവിടെ 4 കാർബൺ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോമ്പൗണ്ടിൽ 3 കാർബണേ ഉള്ളത്. അപ്പോൾ അതല്ലെന്ന് മനസ്സിലായി. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. അപ്പോൾ അതേ നോക്കിക്കേ, 2 B C Dയിൽ ഇവർ 4 പേരിലും 4 കാർബൺ ഉണ്ട്. അപ്പോൾ കാർബൺ ആറ്റത്തിന്റെ എണ്ണം സെയിം ആണെങ്കിൽ നമ്മൾ ബ്രാഞ്ചിങ് നോക്കണം. ബ്രാഞ്ചിങ് കൂടുന്തോറും നമുക്ക് പറയാം സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യും, അഥവാ അവർ തമ്മിലുള്ള വാണ്ടർവാൾ ഫോഴ്സ് കുറയുന്നത് കൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കൈൻസിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് ആൻസർ ഏത് വരും? സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കണ്ട 4 വരും. ഓക്കെ, കണ്ട സെക്കൻഡ് ഓപ്ഷൻ ബി വരും. അവിടെ നോക്കിക്കേ 4 കാർബൺ ഉണ്ട്. 4 കാർബണും സ്ട്രെയിറ്റ് ചെയിൻ ആയതുകൊണ്ട് അതിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ട ഫിസിക്കൽ പ്രോപ്പർട്ടി ആയ ബോയിലിംഗ് പോയിന്റും കഴിഞ്ഞു. നമുക്കെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന പാർട്ടിൽ നിന്ന് തന്നെയാണ്. പാരാ ഡൈക്ലോറോ ബെൻസീൻ ഹാസ് ഡാഷ് ദാൻ ദോസ് ഓഫ് ഓർത്തോ ആൻഡ് മെറ്റാ ഐസോമേഴ്സ്. പാരാ ഡൈക്ലോറോ ബെൻസീൻ്റെ പ്രത്യേകത, അതായത് പാരാ ഡൈക്ലോറോ ബെൻസീൻ നിങ്ങൾക്കറിയാം ഇതിനെയാണ് പാരാ ഡൈക്ലോറോ ബെൻസീൻ. ഓക്കെ, പാരാ ഡൈക്ലോറോ ബെൻസീൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡൈഹാലോ അരിയൻസി എപ്പോഴും അല്ലെങ്കിൽ പാരാ ഐസോമറിനായിരിക്കും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതായത് പാരാ ഡൈക്ലോറോ ബെൻസീൻ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ലോവർ സോലിബിലിറ്റി ഇൻ വാട്ടർ. കണ്ടോ, ഓർത്തോ ആൻഡ് മെറ്റാ ഐസോമർ. ഇതിൻ്റെ ഓർത്തോ ഐസോമറും മെറ്റാ ഐസോമറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരാ ഐസോമറിന് എന്തുണ്ട്? ദേ നോക്കിക്കേ, സിമ്മട്രി. പാരാ ഐസോമറിന് ഒരു സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട്, സിമ്മട്രി ഉള്ളതുകൊണ്ട് പാരാ ഐസോമറിന് ഓർത്തോ ആൻഡ് കേട്ടോ മെറ്റാ ഐസോമർ. അപ്പോൾ നിങ്ങൾ ഡൈഹാലോ ബെൻസീൻ അഥവാ ഡൈഹാലോ അരീൻസ് നോക്കുമ്പോൾ അതിലെപ്പോഴും പാരാ ഐസോമറിനായിരിക്കും നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഹയർ മെൽറ്റിംഗ് പോയിന്റ്. അതിന് കാരണം എന്ന് പറയുന്നത് പാരാ ഐസോമറിനെ അതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് കാരണം ഡ്യൂ ടു ഇറ്റ് സിമ്മട്രി ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് പാരാ ഐസോമറിന് എപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഇനി ഇവരുടെ ബോയിലിംഗ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ 3 പേരുടെയും ബോയിലിംഗ് പോയിന്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ പാരാ ഐസോമറിനായിരിക്കും. അതുപോലെ തന്നെ ഇനി ആൻഡ് സോലിബിലിറ്റിയും പറഞ്ഞിട്ടുണ്ട്, വാട്ടറിലുള്ള സോലിബിലിറ്റി. ഇവരെല്ലാവരും ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ നമുക്ക് പറയാം വാട്ടറിൽ എന്തായിരിക്കും? സോലിബിലിറ്റി കുറവായിരിക്കും. ഇവർ കണ്ട ഓർഗാനിക് സോൾവെന്റിലായിരിക്കും സോലിബിലിറ്റി കൂടുതൽ.
അതുകൊണ്ടൊന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ പറയാം? ദേ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ. പാരാ ഡൈക്ലോറോ ബെൻസീൻ എന്തായിരിക്കും? ഹയർ മെൽറ്റിംഗ് പോയിന്റും ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും? ലോവർ സോലിബിലിറ്റി ഇൻ വാട്ടർ. കേട്ടോ, അവർക്ക് സോലിബിലിറ്റി വാട്ടറിൽ കുറവായിരിക്കും, പകരം ഓർഗാനിക് സോൾവെന്റിലായിരിക്കും ഹയർ സോലിബിലിറ്റി. ഓക്കെ, അപ്പം നമ്മൾ കണ്ടോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ള പാർട്ടിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. നമുക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ്, ഇതിന്റെ ക്വസ്റ്റ്യൻ കുറച്ചു മുമ്പ് ചെയ്തതാണ്. ഇത് നോക്കിക്കേ, എഥനോള് SOCl2 ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. CH3 CH2OH ആരായിട്ടുള്ള റിയാക്ഷൻ ആണ്? SOCl2. SOCl2 ആയിട്ടുള്ള റിയാക്ഷൻ ഈ പ്രോഡക്റ്റ് കണ്ട A ഫോം ചെയ്ത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു തൈനിൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആര് വരും? OH-നെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരും. പ്രോഡക്റ്റ് ആര് വരും? CH3 CH2Cl. കണ്ട, ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതായത് നമ്മുടെ ഹാലോ ആൽക്കൈൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയുടെ പാർട്ടിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. കണ്ട, അല്ലെങ്കിൽ പറയാം ഇവിടെ നമുക്ക് കണ്ട ഇവരുടെ ഹാലോ ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻ എന്ന കൺസെപ്റ്റിൽ ഈ റിയാക്ഷൻ നമുക്ക് എടുക്കാം. അതായത് നോക്കിക്കേ, OH-നെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വന്നു, അപ്പോൾ A കിട്ടി. ഓക്കെ, ഇനി ഇത് ആരായിട്ടുള്ള റിയാക്ഷൻ എഴുതണ്ട, ഇത് KCN ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ KCN ആയിട്ടുള്ള റിയാക്ഷൻ പ്രത്യേകം പഠിച്ചോണം, ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഹാലജനായ ക്ലോറിൻ മാറി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ന്യൂക്ലിയോഫൈല് CN- ആണ്. ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് ന്യൂക്ലിയോഫൈലായ CN വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഡക്റ്റ് എന്ത് വരും? CH3 CH2Cn, അല്ലെങ്കിൽ പേര് നമുക്ക് പറയാം 1 2 3. 3 കാർബൺ ഉണ്ട്. അതിൻ്റെ IUPAC നെയിം പ്രൊപ്പൈൻ നൈട്രൈൽ. എന്താ പേര് എന്ത് വന്ന്? പ്രോഡക്റ്റ് ആര് ഫോം ചെയ്ത്? പ്രൊപ്പൈൻ നൈട്രൈലാണ് ഫോം ചെയ്തത്. കേട്ടോ, നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് കണ്ടോ CH3 CH2Cn KCN ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ പ്രോഡക്റ്റ് ആര് ഫോം ചെയ്ത്? പ്രൊപ്പൈൻ നൈട്രൈലാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേര് നമുക്ക് ഈഥൈൽ സയനൈഡ് എന്ന് പറയാം. കണ്ടോ, ഈഥൈൽ സയനൈഡ്, അല്ലെങ്കിൽ നമുക്ക് കണ്ടോ പ്രോഡക്റ്റ് ആയിട്ട് ആര് ഫോം ചെയ്ത്? പ്രൊപ്പൈൻ നൈട്രൈലാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. ഓക്കെ അല്ലേ? എങ്കിൽ രണ്ടാമത്തെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. PCl5 ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടെ തന്നെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് നോക്കിക്കേ, PCl5 ആകുമ്പോൾ റിമൈനിങ് സെയിം തന്നെ നമുക്ക് പറയാം. OH-നെ റീപ്ലേസ് ചെയ്ത് ആര് വരും? ക്ലോറിൻ വരും. അപ്പോൾ CH3 CH, OH മാറി ക്ലോറിൻ വന്നു, CH3. ഓക്കെ, ഇനി ഓക്കെ, PCl5 ആയിട്ടുള്ള നമ്മൾ A എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് AgCN ആയിട്ടുള്ള റിയാക്ഷൻ ആണ് എഴുതേണ്ടത്. AgCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതേ നോക്കിക്കേ, AgCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഹാലജൻ ക്ലോറിൻ അല്ല വന്നിരിക്കുന്നത്. ക്ലോറിൻ മാറി ആര് വരും? AgCN. പ്രത്യേകം ശ്രദ്ധിച്ചോണം, KCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് CN. AgCN ആയിട്ട് റിയാക്ട് ചെയ്താൽ പ്രത്യേകം പഠിച്ചു വെച്ചോണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന NC അഥവാ ഐസോസൈനൈഡ് ആയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് വരും? CH3 CH CH3. അവിടെ Cl മാറി ആര് വരും? NC വരും. ഇപ്പൊ കണ്ട നമ്മുടെ പേര് എന്ത് വന്ന്? 3 കാർബൺ, പ്രൊപ്പൈൽ ഐസോസൈനൈഡ്. കണ്ടോ, പ്രൊപ്പൈൽ ഐസോസൈനൈഡ് NC ആണ് ഫോം ചെയ്തത്. ഇവിടെ കണ്ട പ്രൊപ്പൈൻ നൈട്രൈൽ അഥവാ ഈഥൈൽ സൈനൈഡ് ഫോം ചെയ്ത് ഇവിടെ നമുക്ക് എന്താ ഫോം ചെയ്താ? കണ്ട പ്രൊപ്പൈൽ ഐസോസൈനൈഡ് ആണ് ഫോം ചെയ്തത്. കണ്ട, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, KCN NaCN HCN ഇവർ 3 പേരുമാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ഹാലജൻ മാറി സയനൈഡ് ആയിരിക്കും. AgCN വന്നാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ആരായിരിക്കും? NC അഥവാ ഐസോസൈനൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു റിയാക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. CH3 CH2Cl AgNO2 ആയിട്ടുള്ള റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. CH3 CH2Cl AgNO2. AgNO2 ഓർത്തോണം, സിൽവർ നൈട്രേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, AgNO2 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ന്യൂക്ലിയോഫൈൽ എപ്പോഴും NO2 ആയിരിക്കും. കേട്ടോ, AgNO2 വന്നാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഇതും ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഹാലജനായ ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ന്യൂക്ലിയോഫൈലായ
NO2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. CH3 CH2 NO2. ഇപ്പോൾ പ്രോഡക്റ്റ് ആര് ബൈ പ്രോഡക്റ്റ് Agയും CLും തമ്മിൽ AgClഉം ഫോം ചെയ്യും. അപ്പോൾ NO2 വന്നാൽ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര് നമ്മൾ നൈട്രോ ആൽക്കൈൻസ് എന്നാണ് പറയണത്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പേര് എന്ത് പറയും? നൈട്രോ ആൽക്കൈനായി ആര് ഫോം ചെയ്ത്? നൈട്രോ കറസ്പോണ്ടിങ് ആൽക്കൈൻ 2 കാർബണുള്ള നൈട്രോ ഈഥൈൻ ഫോം ചെയ്ത്. ഓക്കെ അല്ലേ? കണ്ടോ? പ്രോഡക്റ്റ് നമുക്ക് നൈട്രോ ഈഥൈൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് ഒരു റിയാക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, AgNO2 ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് NO2 ആയിരിക്കും. സിമിലർ റിയാക്ഷൻ KNO2 ആണ് യൂസ് ചെയ്യണമെങ്കിൽ ONO ആയിരിക്കും യൂസ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ഓർത്തോണം, നമ്മുടെ NO2ഉം CN ഒക്കെ ആംബിഡൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആണ് കേട്ടോ. അപ്പോൾ KNO2 ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ONO. നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു കൺസെപ്റ്റ് പ്രത്യേകം എല്ലാവരും നോക്കിക്കോണം. ഓക്കെ, എങ്കിൽ അടുത്ത നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. CH3 CH2 CH2 Cl ആരായിട്ടുള്ള റിയാക്ഷനാണ്? ഇതേ നോക്കിക്കേ, സിൽവർ അസറ്റേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. നമുക്കൊന്ന് എഴുതി നോക്കാം. CH3 CH2 CH2 Cl. ഓക്കെ, സിൽവർ അസറ്റേറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് CH3 COOAg. സിൽവർ അസറ്റേറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതും ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതേ നോക്കിക്കേ, ഈ CH3 COOAg ഇതേ CH3 COO മൈനസും Ag പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ദേ ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് CH3 COO മൈനസ് ആണ്. ക്ലോറിൻ മാറി CH3 COO വരും. അപ്പം നമുക്ക് പ്രോഡക്റ്റ് എന്ത് പറയാം? ക്ലോറിൻ മാറി CH3 COO വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ CH3 കണ്ടോ, COO ദേ ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് CH2യെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? CH3 COO. ക്ലോറിന് പകരം കണ്ട ഈ ഓക്സിജൻ ആറ്റം ആരോട് ബോണ്ട് ഫോം ചെയ്യിക്കും? CH2 ഈ കാർബണോട് ബോണ്ട് ഫോം ചെയ്യിക്കും. ക്ലോറിന് പകരം വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പ്രോഡക്റ്റ് CH3 COO CH2 CH2 CH3. കണ്ടോ? എയും കിട്ടി. ഇനി ബി ആരായിരിക്കും? Agയും CLും തമ്മിൽ ആര് ഫോം ചെയ്യും? നമ്മുടെ പ്രോഡക്റ്റായ AgClഉം ഫോം ചെയ്തു. അപ്പം കണ്ടോ, ഈ റിയാക്ഷൻ എല്ലാം തന്നെ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. കണ്ടോ, ഇവിടെ CH3 കണ്ടോ, നമുക്കൊരു ദൈവം നോക്കി ഈ കോമ്പൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. RCOOR ഒരു എസ്റ്റർ ആണ് ഇവിടെ ഫോം ചെയ്തത്. കണ്ട, ഒരു എസ്റ്റർ ഫോം ചെയ്ത് കണ്ട, നമുക്കൊരു എസ്റ്റർ ആണ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇതെല്ലാം ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹാലോ ആൽക്കൈൻസ്, ഹാലോവരീൻസ് ഇവരുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, നോമൻക്ലേച്ചർ പഠിച്ചു, അവരുടെ പ്രിപ്പറേഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹാലോ ആൽക്കൈൻസിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ കണ്ട അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടിയിലെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ നമ്മൾ 2 എക്സാമ്പിൾസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം ബാക്കി കൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.